കോഴിക്കോട് ഒരു ഭക്ഷണത്തിൻ്റെ സിറ്റി മാത്രമല്ല, കോഴിക്കോട് ഈ മാനേജറിൻ്റെ അടുത്തൊരു ഹോം ട്രസ്റ്റ് കണ്ടിട്ടുണ്ട്. അതെ, അത് കോഴിക്കോടിൻ്റെ ഒരു വലിയ ഒരു സ്ഥാപനമായിരുന്നു. ഇതെല്ലാം ഇപ്പോഴും ആ ഇഞ്ചിനിലെ ഷോയിൽ ഇട്ടിട്ട് സ്റ്റാർട്ടാക്കിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അത് സ്റ്റാർട്ടാവും. കല്യാണം കഴിക്കാത്തവർക്ക് ബിസിനസ് ചെയ്യാൻ പാടില്ല, പിന്നെ പുതിയ പെണ്ണെ കിട്ടൂല എന്നാ പറയാ. അപ്പൊ അന്നാരാ ബെർലന്റെ മുതലാളി വരുമ്പോൾ മാത്രമേ ഉള്ളൂ സ്പെൻസേഴ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ മാത്രമേ കുപ്പിവെള്ളം ഉണ്ടായിട്ടുള്ളൂ. What I'm talking about is 1986. സ്ത്രീനെ ഒരാൾ നിങ്ങൾ ആര് കാണുന്നതും എന്താ, അമ്മയായിട്ടോ സിസ്റ്ററായിട്ടോ അല്ലേ, അവരൊരു ബിസിനസ് വുമൻ ആയിട്ട് ആരും കാണുന്നില്ല. ചിന്താഗതി അങ്ങനെയാണ്. ഡിഗ്നിറ്റി കിട്ടിയിട്ടില്ല. നിങ്ങളുടെ വലിയ വാലുള്ള ഡിഗ്രി ഒന്നും വേണ്ട, ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയാൽ മതി, നല്ല മനസ്സോടുകൂടി ഉണ്ടാക്കുക. അത് ആർക്കും എവിടെയും ചെയ്യാം. നമുക്കൊരു കടമ നമ്മൾ ഒളിക്കലല്ല. അയാൾക്കും അറിയാം നമ്മളെ പിന്ന കിട്ടില്ല എന്ന്. rather go to him and tell him talk. ആ വർത്തമാനം പറയേണ്ട ഒരു ധൈര്യമില്ലേ, അതാണ് ഒരാൾക്ക് വേണ്ടത്. ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമല്ലോ, അതാണ് നമ്മൾക്ക് എല്ലാവർക്കും പറ്റുന്ന സംഗതി. അവരെന്ത് വിചാരിക്കും? പണി അറിയുന്ന പണിക്കാരെ വെക്കൂല. നമ്മൾ പഠിപ്പിക്കുന്ന പണിക്കാരെ നമ്മളെ സ്റ്റൈലിൽ ചെയ്യുള്ളൂ. ഐ ഡോണ്ട് കോമ്പീറ്റ് വിത്ത് എനിബഡി. എനിക്ക് നിങ്ങളെന്ത് വിൽക്കാൻ വിൽക്കണത്, ഞാൻ ഈ വിൽക്കാൻ വിൽക്കാൻ പറഞ്ഞില്ല. നമ്മൾ എടുക്കണമെന്ന് എനിക്കറിയാം, എനിക്ക് 2 ലക്ഷം മാസത്തിൽ അടയ്ക്കാം. പക്ഷെ ചാൻസസ് ആർ ദേർ സംതിങ് ക്യാൻ ഹാപ്പൻ, ക്യാൻ ഗോ റോങ്. അങ്ങനെ വരുന്ന സമയത്ത് ദിസ് ഗെറ്റ്സ് ഇൻടു ഡെപ്ത്. ഈ പോഡ്കാസ്റ്റിന് പുറമെ നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന കുറേ ഓഡിയൻസ് നമുക്കുണ്ട്. ഒന്ന്, നമുക്കൊരു പെയ്ഡ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ അകത്ത് കേരളത്തിലെ ഓൺലൈൻ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന സ്റ്റോർ ഓണേഴ്സ്, മാർക്കറ്റേഴ്സ്, ടെക് എക്സ്പേർട്സ്, ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉള്ളൊരു വാട്സാപ്പ് ഗ്രൂപ്പാണ് അത്. 2, ഓൺലൈൻ സ്റ്റോർ എങ്ങനെ ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാം എന്നൊരു കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. 3, നമുക്ക് ഏത് എക്സ്പേർട്സും നമ്മളെ പോഡ്കാസ്റ്റിൽ വന്ന ഏത് എക്സ്പേർട്സുമായിട്ട് നിങ്ങൾക്ക് 1-on-1 മെൻറ്റർഷിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. 4, ഇതൊക്കെ കണ്ടും പഠിച്ചും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാം, അല്ലെങ്കിൽ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഹെൽപ്പ് വേണം. ഇതിനുള്ള എല്ലാത്തരം ഹെൽപ്പും നമ്മളെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇന്ന് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. നമ്മളെ കൂടെ അല്ലേ ആബിദ റഷീദ്. ആബിദ, നിങ്ങൾ ഇങ്ങനെ കോഫി ഉണ്ടാക്കിയിരുന്നോളി. നമുക്ക് നിങ്ങളെ കഥ അറിയണ്ടേ? കോഫി വേണോ ലൈറ്റ് കോഫി? എനിക്ക് ലൈറ്റ്. ഓക്കെ, നിങ്ങളെ കഥ അറിയണോ? അതാണ് അറിയണ്ടത്, അല്ലാണ്ട് എൻ്റെ കാപ്പിയല്ല. കാപ്പി എപ്പോഴാണെങ്കിലും ഇതാവല്ലോ. നിങ്ങളെ കഥയല്ലേ ഞങ്ങൾക്ക് പുറത്തുകൊണ്ട് വരണ്ടേ? ആയിക്കോട്ടെ, നമുക്ക് ഇരുന്ന് കഥ പറയാം, കാപ്പി കുടിച്ച് കഥ പറയാം. അത് നല്ലൊരു സ്കീമാണ്. നിങ്ങളെ കാപ്പിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ റെസിപ്പി ഉണ്ടോ? എൻ്റെ യൂട്യൂബിൽ എൻ്റെ കാപ്പി റെസിപ്പിയാണ് ഏറ്റവും അധികം ഹിറ്റായത്. കാപ്പി ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവരും എന്ത് ചെയ്യുമെന്നറിയോ, കാപ്പീൻ്റെ പാലും വെള്ളവും ചൂടാക്കിയിട്ട് കാപ്പിപ്പൊടി പാലും വെള്ളത്തിൽ ഇട്ടാളൂ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, ഓവർ കുക്ക്ഡ് ആയി പോകും. ഓക്കെ. അപ്പം അതിൻ്റെ അകത്തുള്ള ഏറ്റവും ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റുന്നത് എന്താണെന്നറിയോ, കാപ്പിപ്പൊടി നമ്മൾ ഒരിക്കലും പാല് വെള്ളത്തിലേക്ക് ഇടണ്ട, ഗ്ലാസ്സിലിടുക. കാപ്പിപ്പൊടി ഈസ് നോട്ട് വെൻ ടു കുക്ക്. ചായ ആണെങ്കിൽ കുക്ക് ചെയ്യണം, പക്ഷെ ഇവിടുത്തെ ചായപ്പൊടിയാണെങ്കിൽ, കാപ്പിപ്പൊടി എന്ന് പറയുന്നത് കുക്ക് ചെയ്യുന്ന സാധനമല്ല. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇടുക, ആൻഡ് നല്ലോണം അടിക്കുക. എന്ത് ചായ കാപ്പി അടിക്കും തോറും അതിൽ എയർ കയറും. എയർ കയറുമ്പോഴാണ് ഒരു അടിച്ച ചായ എന്നൊക്കെ പറയുന്നില്ലേ, അതേമാതിരി അടിച്ച കാപ്പി ആക്കുക. അപ്പോഴാണ് ഈ പത വരിക. ഇപ്പം നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോൾ പത വേണം കാണുന്നില്ലേ, ആ പതയാണ് ആ കാപ്പിയുടെ ഫ്ലേവറിനെ കൊണ്ടുവരുന്ന സാധനം. റൈറ്റ്. എന്നാ പിന്നെ നമുക്ക് കാപ്പി പിടിച്ചുകൊണ്ട് തുടങ്ങാം. യെസ്. കോഫി, അടിച്ച കോഫി അടിപൊളിയായിട്ടുണ്ട്. ഒരു കോഫി ആണെങ്കിലും അത് കുടിക്കുമ്പോൾ അതിൻ്റെതായ നല്ല തരത്തിൽ കുടിക്കണം. എല്ലാത്തിനും അതിനായിട്ടുള്ള സെറ്റപ്പ് ഉണ്ട് അല്ലേ? ഓക്കെ, നിങ്ങളെ കഥ എവിടെ നിന്നാണ് തുടങ്ങണം? എനിക്ക് നിങ്ങളെ കഥ അറിയണം. ഇത്രയും ഏജ് ആയിട്ടും യു ആർ സോ എനർജറ്റിക്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഓടി നടക്കുന്നുണ്ട്, മെസ്മറൈസ്ഡ് എന്നൊക്കെ പറയാം. എവിടെ നിന്നാണ് നിങ്ങൾ തുടങ്ങണത്? ഓടി നടക്കില്ല, എനിക്കിപ്പോൾ ഒരു 64 വയസ്സായി. ഓടിയൊന്നും നടക്കുന്നില്ല, എന്നാലും ഐ എം ടോട്ടലി ആക്റ്റീവ്. എനിക്ക് രാവിലെ ഒരു 7 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു 11:30 വരെ നോ കിടക്കൽ. കട്ടിലെന്ന് പറയുന്ന ബെഡ്റൂം എന്ന് പറഞ്ഞ കാര്യം ആലോചിക്കൂല. അതാലോചിക്കുമ്പോഴാണല്ലോ, കട്ടിൽ കാണുമ്പോഴാണല്ലോ ഒന്നും കൂടി ക്ഷീണമൊക്കെ തോന്നുക. ഒന്ന് കടന്നാലോ തോന്നും. മനസ്സിൽ തന്നെ ആദ്യം പ്രിപ്പയർഡാ, ഐ ഷുഡ് ഡു സംതിങ് ഫോർ ദ ഡേ. അപ്പം രാവിലെ എണീക്കുമ്പോൾ താങ്ക് യു ഫോർ ദ ഡേ, വൈകുന്നേരം ഉറങ്ങുമ്പോൾ അൽഹംദുലില്ലാ ഇറ്റ് വാസ് എ നൈസ് ഡേ. അത്രയേ ഉള്ളൂ. നാളെ കിട്ടിയാൽ അൽഹംദുലില്ലാ.
മേക്സ് ലൈഫ് ഈസിയർ. അപ്പൊ നിങ്ങൾ എവിടെ നിന്നാണ് നിങ്ങളെ ഒരു ബിസിനസ് മേ ബി നിങ്ങൾ ചെറുപ്പത്തിലെ അല്പം ചെയ്തു തുടങ്ങിയിട്ടുണ്ടോ? എവിടെ നിന്നാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്? വളരെ ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മ ഒരു കാപ്പിത്തൊടി എന്ന് പറഞ്ഞ ഫാമിലിയിൽ നിന്നാണ്. ഉമ്മൻ്റെ പാപ്പ വളരെ ചെറുപ്പത്തിലേ മരിച്ചുപോയി. ബട്ട് മൈ ഡാഡ് വാസ് വെരി ഓപ്പൺ. അന്നത്തെ ഒരു കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഉമ്മാനെയൊക്കെ എല്ലാം ചെയ്യാൻ സമ്മതിക്കുന്ന ഒരു വ്യക്തിത്വം ബാപ്പാക്ക് ഉണ്ടായിനി. അപ്പോൾ ഉമ്മ ആയിരുന്നു ഉമ്മാൻ്റെ സ്വത്തുക്കളൊക്കെ നോക്കുന്നതും. അപ്പോൾ വീട്ടിൽ ഇന്നും ഒരു വീട് പോലെയുള്ള കാര്യസ്ഥന്മാരും ഓഫീസും ഒക്കെ ആയിട്ട് കണ്ടിട്ടാണ് വളർന്നത്. അതേ സമയത്ത് ഭയങ്കര കുക്കിങ്ങിൽ ഭയങ്കര ബാപ്പാക്ക് നല്ല ഫുഡ്. ഉമ്മാൻ്റെ ഫാമിലിയിൽ ഒരുപാട് ഹെറിഡിറ്ററി റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആര് വരുമ്പോഴും വെരി ഡിഫറെൻറ്റ് ഫുഡാന്ന് എല്ലാവർക്കും അപ്രീഷിയേറ്റ് ചെയ്യാമായിരുന്നു. പിന്നെ അന്നത്തെ കാലത്ത് ഇങ്ങനെ ഹോട്ടലിൽ പോകാനൊന്നും ഇല്ല. യു വോണ്ട് ടു എൻ്റർടൈൻ സം വൺ, ദേ കം ഹോം, അല്ലെങ്കിൽ നമ്മൾ വേറെ ആൾ വീട്ടിൽ പോകും. ദാറ്റ്സ് ഓൾ ദ എൻ്റർടൈൻമെൻറ്റ്. നോ ഗോയിങ് ടു ഹോട്ടൽ ഓർ ഇപ്പോഴത്തെ ബീച്ചോ അങ്ങനെയൊന്നും ഇല്ല. സോ ഫുഡ് വാസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എനിത്തിങ് ടു ട്രീറ്റ് എ പേഴ്സൺ. അപ്പോൾ ചെറുപ്പം മുതലേ ഇത് ബാപ്പാൻ്റെ കച്ചവടം, ഉമ്മാൻ്റെ കച്ചവടം, ഉമ്മ വേറെ കച്ചവടം, ബാപ്പ വേറെ കച്ചവടം. ബാപ്പ മരക്കച്ചവടക്കാരനാ. അത് ഏത് ഇയറിലായിരിക്കും നിങ്ങളിത് പറയുന്നത്? ഇപ്പോൾ ഞാൻ ബോൺ ഇൻ 1962 ആണ്. അവിടുന്ന് ഇങ്ങോട്ട് ഒരു 85 വരെ ബാപ്പൻ്റെ ഉമ്മൻ്റെ കൂടെ ജീവിച്ചേ. ലൈക്ക് ചൈൽഡ്ഹുഡൊക്കെ ആ ഒരു കാലത്ത്. പിന്നെ ഒരു 21 ഇയേഴ്സ് ആയപ്പോഴാണ് കല്യാണം കഴിച്ചത്. അപ്പം അതുവരെ ഉമ്മൻ്റെ ഉപ്പൻ്റെ ആ ഒരു സമയത്ത് എനിക്ക് അന്നേ ഒരു ബിസിനസ് ഇതുണ്ടായിരുന്നു. ഞാൻ പഠിച്ചത് പ്രോവിഡൻസ് കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്തത്. ഗണപതി സ്കൂളിലാണ് ഹൈസ്കൂളിങ് ചെയ്തത്. പ്രീ സ്കൂളിങ് ചെയ്തത് കുറച്ച് ഊട്ടിയിലാണ്. അതുകൊണ്ട് ഇത്തിരി ലാംഗ്വേജും കൾച്ചറിലും ഒക്കെ അങ്ങോട്ട് കുറച്ച് വ്യത്യാസം കിട്ടി. പിന്നെ ഡിഗ്രി പഠിച്ചത് മദ്രാസ് കോത്താരീസിൽ, ഡിഗ്രി പ്രോവിഡൻസിൽ, മദ്രാസ് കോത്താരീസിൽ. ഐ ഡിഡ് എ ബിസിനസ് മാനേജ്മെൻറ്റ് ഡിപ്ലോമ ഇൻ 1984. ഓ, അപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിപ്ലോമ എന്ന് പറയുമ്പോൾ വീണ്ടും 2 വർഷമാണ്? ഇറ്റ് ഈസ് അല്ല, അന്നൊക്കെ 1 വർഷം ഉണ്ടായിട്ടുള്ളൂ. ഇറ്റ് വാസ് എ ഡിപ്ലോമ കോഴ്സ്. ഇറ്റ് ഈസ് നോട്ട് എ 3 ഇയർ കോഴ്സ്. അപ്പോൾ അതിൽ ഒരു 1 ഇയറിൽ കിട്ടുന്നതായ കോത്താരീസ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ച്. അപ്പോൾ അവിടെ വെച്ചിട്ട് വി ഹാഡ് സംതിങ് ലൈക്ക് എല്ലാവരും ഹിന്ദുസ്ഥാൻ ലിവറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓരോരുത്തരും പ്രോജക്റ്റ്, അതെ, പ്രോജക്റ്റ് ആയിട്ട് പോകണമല്ലോ. ഒരു മാസം വി ഹാവ് ടു വർക്ക് ഓൺ പ്രോജക്റ്റ്. അപ്പം ഞാൻ അന്ന് എടുത്തത് ബിരിയാണി ആയിരുന്നു. ശരി, ഒരു ലോക്കൽ ബിരിയാണിയാണ്. അന്നൊരു ലോക്കൽ എന്താ പറയുക, അവിടുത്തെ ഒരു മുസ്ലിം ഇതില്ലേ, അവരെല്ലാ സൂപ്പർ മാർക്കറ്റിലും ഷോപ്പിലൊക്കെ ഈ ചെറിയ തെർമോക്കോളിൻ്റെ പെട്ടിയിൽ ഉച്ച സമയമാകുമ്പോൾ ബിരിയാണി കൊണ്ടുവെക്കും. അപ്പോൾ സ്റ്റുഡൻസിനൊക്കെ ചെറിയ പൈസക്ക് കിട്ടുമായിരുന്നു. അതെന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്ത്. അപ്പം ഞാൻ ആ സ്റ്റോറി മനസ്സിലാക്കിയൊക്കെ എടുത്ത് നാട്ടിലെൻ്റെ മൂത്ത സിസ്റ്റർ കല്യാണം കഴിക്കാത്തവർക്ക് ബിസിനസ് ചെയ്യാൻ പാടില്ല, പിന്നെ പുതിയ പെണ്ണെ കിട്ടൂല എന്നാ പറയാ. ഏത് കൊല്ലായിരിക്കും നിങ്ങൾ പറയുന്നത്? ഞാൻ പറയുന്നത് 1983. ഓ, ഞാൻ ജനിച്ചിട്ടില്ല. അപ്പം ഞാൻ ഇത് പ്രോജക്റ്റ് ആയിട്ട് പോരയിൽ വന്നപ്പോൾ മൈ സിസ്റ്റർ വാസ് ഓൾസോ ഷീസ് ഓൾസോ വെരി ടാലൻറ്റഡ്, എഫിഷ്യൻറ്റ്. മൂപ്പരാണ് കച്ചവടക്കാരി എന്ന് പറയുന്ന ആൾ. മൂപ്പരാണ് കച്ചവടത്തിൻ്റെ ബേസ് ഞങ്ങൾക്ക് തുടങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തന്ന മൂത്ത സിസ്റ്റർ. ആ മൂത്ത സിസ്റ്റർ ഇപ്പോഴും ബിസിനസ് ചെയ്യുന്നുണ്ട്. മൂപ്പരാണ് ആദ്യമായിട്ടൊരു സെല്ലേഴ്സ് പറഞ്ഞിട്ടൊരു ബ്രാൻഡൊക്കെ തുടങ്ങിയത്, അന്നത്തെ സെല്ലേഴ്സ്. അപ്പം സിസ്റ്റർ ഓൾറെഡി മാരീഡ് ആണ് സിസ്റ്റർക്ക്. അപ്പോൾ സിസ്റ്റർ തുടങ്ങി ഈ ബിരിയാണിയുടെ പാക്കറ്റ് ബിരിയാണീസ് ആക്കിയിട്ട് സെയിം കോൺസെപ്റ്റ് ഇവിടെ നാട്ടിലും തുടങ്ങി. ഇറ്റ് വാസ് ഗോയിങ് ഓൺ. പിന്നെ അത് സാഹചര്യങ്ങൾ കാരണം കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പഠിക്കാൻ വേണ്ടി പോയപ്പോൾ ഷി ഹാഡ് ടു സ്റ്റോപ്പ്. ബട്ട് ദാറ്റ് വാസ് വെയർ ഇറ്റ് വാസ്. അന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഫാഷൻ കോൺഷ്യസും ആയിരുന്നു. അപ്പോൾ ഞാൻ താത്ത പല സ്ഥലത്ത് പോയിട്ട് ഡ്രസ്സസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. അന്ന് ഞങ്ങൾ എക്സിബിഷൻസ് ഉണ്ടായിരുന്നു. ആൻഡ് വി ഹാഡ് എ ബൊട്ടീക്ക് ഇൻ 1983. അങ്ങനത്തെ ഒരു ബൊട്ടീക്ക് കൾച്ചർ എവിടെയില്ല കേരളത്തിൽ. അന്നാണ് ആദ്യമായിട്ടൊരു ബൊട്ടീക്ക് തുടങ്ങുന്നത്. അപ്പോൾ 83 ഹി സ്റ്റാർട്ടഡ്. പിന്നെ ഐ ഗോട്ട് മാരിഡ് ഇൻ 85. ഗൾഫിലേക്കായിരുന്നു കല്യാണം കഴിച്ച് പോയത് ആസ് യൂസ്വൽ. അവിടെ പോയി ഒരു 4 കെട്ടിൻ്റെ ഉള്ളിൽ എന്നെ പിടിച്ചിട്ട് ആസ് എ വൈഫ്. ദാറ്റ് വാസ് നോട്ട് മൈ ലൈഫ്. പണ്ടൊക്കെ ആയിരുന്നു എൻ്റെ ഉള്ളിൽ കിടന്നത്. somehow managed അയാളെ പണിയും പിടിപ്പിച്ച് came back home. നാട്ടിലെ കഞ്ഞി മതി. Then I came back here. ഒരുപാട് ഐ വാസ് ഓൾവേസ് ഹെഡ് ഓഫ്
നമ്മളുടെ സിറ്റി ഇത്രയാണെങ്കിൽ ഐ തിങ്ക് 10 years above. ലൈക്ക് എനിക്കിവിടെ വന്നപ്പോൾ എന്താ വേണ്ടിയിരുന്നെന്ന് അറിയോ? ചേരിയോണ്ട് ഇനി അന്നൊക്കെ വെണ്ണീരും ചേരിയും ഇനി നമ്മളെ പാത്രമൊക്കെ കഴുകല്. വെണ്ണീരെന്ന് പറഞ്ഞാൽ അറിയോ? അടുപ്പ് നീട്ടുന്ന ആ വെണ്ണീര്, അതും ചേരിയും പാത്രം കഴുകുന്നത്. അപ്പോൾ ആടെ പോയി നോക്കിയപ്പോഴോ അത് നല്ല സ്കോച്ച് ബ്രൈറ്റിന്റെ നല്ല സ്പോഞ്ചൊക്കെ ഉള്ള സാധനം ഗൾഫിൽ. അപ്പൊ അതിന്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത് ഇവിടെ വന്നിട്ട് അത് ചെയ്യാം. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞ് പ്രാന്ത, ഇവിടെ എത്ര ചേരി ഉണ്ടാവുമ്പോ ഹൂസ് ഗോയിങ് ടു ഡു ഓൾ ദാറ്റ്? See, I thought that is why I said ahead of what it was. പിന്നെ ഞാൻ പറഞ്ഞ കുപ്പിവെള്ളം തുടങ്ങാന്ന്. അപ്പൊ അന്നാരാ ബെർലന്റെ മുതലാളി വരുമ്പോൾ മാത്രമേ ഉള്ളൂ സ്പെൻസേഴ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ മാത്രമേ കുപ്പിവെള്ളം ഉണ്ടായിട്ടുള്ളൂ. But I'm talking about is 1986. അതൊക്കെ നോർമലാണ്. കുപ്പിവെള്ളം ഞാൻ കുടിച്ചിട്ടില്ല കുപ്പിവെള്ളം. ആൻഡ് ഐ ഫൗണ്ട് ഇറ്റ് എക്സൈറ്റഡ് അവിടെ നിന്ന് ഒരു കുപ്പിവെള്ളം വാങ്ങി കുടിക്കാൻ. എവിടെ? സ്പെൻസേഴ്സ്. പക്ഷെ ഒരത് പബ്ലിക്കിന് തരില്ല. അത് ഈ ബിർളന്റെ മുതലാളിയോ അങ്ങനത്തെ ആള് വരുമ്പോ ഓർക്ക് കാട്ടായിട്ട് പോണ വെള്ളമാണ്. അന്ന് ബിർള എന്ന് പറഞ്ഞാൽ ഗോളിയറൻസ് ആണ് ഏറ്റവും വലിയ മുതലാളി. ആ കാലഘട്ടം അന്ന് മാവൂർ ഗോളിയറൻസ് വാസ് ഇൻ ദാറ്റ് അങ്ങനത്തെ ഒരു സ്റ്റേജിലുള്ള ഒരു കമ്പനി ആയിരുന്നു. അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ വന്ന് വ്യാപാരം ചെയ്ത ഒരു സ്ഥലമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ കോഴിക്കോടിന്റെ വ്യാപാരത്തെ പറ്റി പറയുകയാണെങ്കിൽ കാലിക്കോ എന്ന് പറഞ്ഞിട്ടൊരു തുണിയുണ്ട്. അത് ഇവിടുന്ന് ഏറ്റവും അധികം കയറ്റിപ്പോയ തുണിയാണ് കാലിക്കോ. ആ കമ്പനി ഐ ഡോണ്ട് നോ ഇപ്പൊ ഉണ്ടോ എന്നുള്ളത്. നമ്മളൊക്കെ ചെറുപ്പത്തില് കാലിക്കോന്റെ ഫാബ്രിക് ആയിരുന്നു. പെൺകുപ്പായത്തിന് വലിയമ്മമാരൊക്കെ ഇടുന്ന കുപ്പായല്ലേ, അതിന്റെയൊക്കെ ഫാബ്രിക് ഓർഗാൻഡി എന്നൊക്കെ പറയുന്ന ഫാബ്രിക് മാനുഫാക്ചർ ചെയ്തിരുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് മിൽസ് ഓഫ്. മാത്രല്ല ഇപ്പൊ നമ്മളെ മാനാജറ മൈതാനത്തിന്റെ പുറത്ത് കാണുന്ന ഒരു കോംട്രസ്റ്റ് മില്ലില്ലേ, ദ ബെസ്റ്റ് ഓഫ് ടവൽസ് ആൻഡ് ഷീറ്റ്സും ഇവിടുന്ന് കയറ്റി പോണത്. ഈവൻ ഷാ മഹൂജ വാസ് സെല്ലിംഗ് പ്രോഡക്ട്സ് ഫ്രം ദാറ്റ് കോമൺവെൽത്ത് വിച്ച് ഇസ് ലൈൻ ലൈക്ക് ദാറ്റ്. ഇന്നും ആ ജർമ്മൻ മെഷീനിൽ കുറച്ച് ഇപ്പൊ പൂട്ടിക്കിടക്കുക. ഇപ്പൊ പൂട്ടല്ല, എന്താ അറിയില്ല, നശിച്ചു വീഴുക. ഇതെല്ലാം ഇതെല്ലാം ഇപ്പോഴും ആ എഞ്ചിനിൽ ഷോയിൽ ഇട്ടിട്ട് സ്റ്റാർട്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് സ്റ്റാർട്ടാവും. നമുക്ക് തരേക്കും എനിക്ക് തരൂല അതൊക്കെ അല്ലേ. അതൊക്കെ വലിയ 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 ആൾക്കാർ കളിക്കുന്ന കാര്യമല്ലേ. നമ്മളെ പോലുള്ളവർ പറഞ്ഞിട്ട് അത് എവിടെയെത്തൂല. ബട്ട് സംതിങ് ഹാസ് ടു ഹാപ്പൺ. കോഴിക്കോടിന്റെ ഒരു നടുക്കല്ലാണത്. കോഴിക്കോടിന്റെ ഒരു കണ്ണാണത്. നശിക്കുന്നത് കണ്ടോണ്ടിരിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം നിങ്ങളെപ്പോലത്തെ ആൾക്കാർ വിളിക്കുമ്പോൾ ഐ വുഡ് ടോക്ക് അബൌട്ട് ഇറ്റ്. അപ്പൊ നിങ്ങൾ തിരിച്ചു വന്നു, ഗൾഫിന് തിരിച്ചു വന്നു. പിന്നെ എന്താ സംഭവിച്ചു? അപ്പൊ സ്കോച്ച് ബ്രൈറ്റ് പിന്നെ ജോലിയൊക്കെ കളയിപ്പിച്ച് കൊണ്ടുവന്നു. അതെ, വന്നു കഴിഞ്ഞപ്പോ പിന്നെ വരുന്നതിന് മുന്നേ കുറച്ച് മാസം മുന്നേ ഞാൻ തിരിച്ചു വന്നു. എനിക്കൊരു മൂത്ത മോള് പ്രസവത്തിന് വന്നപ്പോഴേ ഞാൻ എൻ്റെ പിന്നെ ബെഡ്റൂമിന്റെ സൈഡിലുള്ള കൊലായില് 2 ടൈലേഴ്സിനെ വെച്ചിട്ട് ഉടുപ്പ് പിന്നാൻ തുടങ്ങി. കുട്ടിയായിരുന്നോ? തിരിച്ചു വരുമ്പോ മോളായി. അപ്പൊ ഇവിടെ വന്നപ്പോ ഞാൻ ചെറുതായിട്ട് കുറച്ച് ഉടുപ്പുകളൊക്കെ തുന്നാൻ തുടങ്ങി. അങ്ങനെ ഒരു ഷോപ്പ് എടുത്തിട്ട് ഒരു എല്ലാരും പറയും SM സ്ട്രീറ്റിലെ കച്ചവടം ഉണ്ടാവുള്ളൂ, അവിടെയാണ് ഷോപ്പ് എടുക്കേണ്ടത്. പക്ഷെ ഞാൻ ഷോപ്പ് എടുത്തത് ഇവിടെയായിരുന്നു, ടാഗോറിന്റെ അടുത്തായിരുന്നു. അന്നൊന്നും അവിടെ ഒന്നും ഷോപ്പിംഗ് സെന്റേഴ്സ് ഇറ്റ് വാസ് ഓൺലി 1 ബിൽഡിംഗ്. അവിടേക്ക് കുറുക്കന്മാരൊക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു. അന്ന് പാലുണ്ട്, പക്ഷേ CH ഓവർ ബ്രിഡ്ജ് ഉണ്ട്. അത് പറഞ്ഞ ആ ഒരു സമയമായിരിക്കും. അങ്ങനെ ഷോപ്പ് എടുത്തിട്ട് തിരിച്ചു പോയി. പിന്നെ ഹസ്ബൻഡും ഏകദേശം മനം മാറി തന്നു. ആൻഡ് ദെൻ അവിടെ ഉള്ള സമയത്തും അവിടെ വേസ്റ്റ് ആക്കിയിട്ടില്ല. അവിടെ ഒരു വർഷം ഉണ്ടായപ്പോൾ ഇന്ത്യൻ എംബസി സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്ത് കുറച്ച് മാസങ്ങള്. പിന്നെ അവിടുന്ന് ഞാൻ കുറച്ച് കേറ്ററിംഗ് ഒക്കെ ചെയ്യും. എന്റെ പോക്കറ്റ് മണി ഞാൻ എവിടെ പോയാലും ഞാൻ ഉണ്ടാക്കും. നമുക്ക് പണിയെടുക്കണം. പിന്നെ പൈസ ആരോട് ചോദിക്കണ ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് 10 റുപ്യ ആണെങ്കിലും മൈ ഓൺ മണി എന്നുള്ള ഒരു ആസ്പെക്ട് കോൺസെപ്റ്റ് ചെറുപ്പം മുതലേ ഉണ്ട്. അത് വിട്ട് കളിച്ചിട്ടില്ല. മദർ യൂസ് ടു ബി ലൈക്ക് ദാറ്റ്. ഉമ്മാന്റെ പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഉമ്മ. ഉപ്പാനോട് ഉമ്മ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതാണ് നിങ്ങൾ കണ്ടു വളർന്നത്. അല്ലാണ്ട് ഉമ്മാനോട് ഉണ്ടോന്ന് ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും എന്നാലും ഹി വാസ് ഓൾസോ റിച്ച് ഇനഫ്. അപ്പൊ ഉമ്മാന്റെ പൈസയിൽ തന്നെ ജീവിച്ചു. അപ്പൊ ഞാനും എന്റെ കോൺസെപ്റ്റിൽ എനിക്ക് എന്റെ പൈസ വേണം. അപ്പൊ അത് ഞാൻ എല്ലാ സ്ത്രീകളോടും ഞാനിപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പഠിച്ചതും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും എന്ത് പണിയാണെങ്കിലും നമ്മൾ സമൂഹം അഡ്മിറ്റ് ചെയ്ത പണികൾ നമുക്ക് എടുക്കാം. ഞാൻ ആ തറവാട്ടിൽ പറഞ്ഞാണ്, ഞാൻ ഇവിടെ പറഞ്ഞാണ്, എനിക്ക് ബാർബർ പണി പറ്റൂല, അത് പറയണ്ട. നമ്മളത് 10 റുപ്യ നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം. ആൻഡ് നോട്ട് വേസ്റ്റ് ഈസി. ഈവൻ ഇഫ് യുവർ ഫാദർ ആൻഡ് മദർ ഇസ് റിച്ച് ഇനഫ്,
സമയം വേസ്റ്റ് ആക്കലല്ല. വി ആർ ബോൺ ടു ഡു സംതിങ്. നമ്മളിവിടെ ചെയ്യണം. അത് എന്ത് നമുക്ക് ആകുന്ന ജോലി ചെയ്തപ്പോൾ ഒരു 10 പത്തിരി ഉണ്ടാക്കി വിറ്റാലും ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് എ മിസ്റ്റേക്ക്. ഇറ്റ് ഇസ് സംതിങ് സംബഡി വിൽ തിങ്ക് ബാഡ് അബൌട്ട് യു. പണ്ടത്തെ കാലമൊക്കെ ഓളെന്താ വെപ്പുകാരിയോ ഓളെന്താ ബാർബറോ ആ ചോദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്താ ഇന്ന് ഹോട്ടലിൽ കഴിക്കാൻ വന്നത്, വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ? അങ്ങനെയായിരുന്നു നമ്മളെ കാലത്തൊക്കെ. അതൊരു മോശമായിട്ട് കരുതുന്ന ഒരു സമൂഹമായിരുന്നു. ആയിരുന്നു. ഇപ്പൊ ഞാൻ എൻ്റെ ഷോപ്പിൽ ഒരു ചൂലെടുത്തിട്ട് ഒന്ന് അടിച്ചു വാരിയിട്ടിനെ, നോ ആ മലയാളിയാ, ഷോപ്പിൽ അടിച്ചു വരാൻ പാടില്ല. അതൊക്കെ വെട്ടിപ്പിടിച്ചതാ ഞാൻ ഒരു ഘട്ടത്തില്. എന്റെ മാതിരി ബുദ്ധിമുട്ടുള്ള ഒരു സമയത്തല്ല ഇപ്പോഴത്തെ പുതിയ ജെൻസ് ഒക്കെ കച്ചവടത്തിലേക്ക് വരുന്നത്. ഐ ഹാഡ് ടു റിയലി വർക്ക് ഹാർഡ് ടു കം ഔട്ട്. ഫൈറ്റ് ചെയ്തിട്ടാണ് വന്നത്. അന്നാണ് സമൂഹത്തിൽ ഇറങ്ങി എന്ന് പറയാനുള്ള പ്ലാറ്റ്ഫോംസ് ഒന്നും ഇല്ല. നമ്മൾക്കിപ്പം അന്നത്തെ കാലം ഒരു ന്യൂസ് പേപ്പറേ ഉള്ളൂ. ദർ ഇസ് നത്തിങ് ദാറ്റ് വി കൻ ടോക്ക് അബൌട്ട്. എന്താണ് സ്ത്രീകൾ പുറത്തു വരണം, പഠിക്കണം, ചെയ്യണം, ഇതൊന്നും പറയാനുള്ളതില്ല. ആ ഒരു കാലഘട്ടമാണ് എൻ്റെത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴുള്ള പുതിയ കുട്ടികൾക്കൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈവൺ ഐ ഫൗണ്ട് എ ഗേൾ ലിവിങ് ഇൻ ഏതോ ഒരു ഗ്രാമത്തിൽ, എനിക്കെന്നെ അറിയില്ലായിരുന്നു. അങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഷീ ഈസ് ഗോയിങ് ടു ഇറ്റലി ടു സ്റ്റഡി. അപ്പൊ ഞാനിങ്ങനെ അതിശയിക്കുകയാണ്. ഐ വാസ് ഹാപ്പി ഫിർദോ. ബട്ട് എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഉമ്മ ഐ വോണ്ട് ടു ഗോ ടു സ്റ്റഡി, ഡൽഹി പോകണം, ഇവിടെ പോകണം. ഇല്ല മോളെ, മദ്രാസ് വിട്ടിട്ടുള്ള കളിയില്ല. അല്ല നമുക്കൊന്നും ഇല്ല, എന്നെ മദ്രാസ് വിട്ടിരുന്ന ആ കാലഘട്ടത്തിൽ. എന്നാലും എനിക്ക് ഇവിടുത്തെ സമൂഹത്തെ പേടിയായിരുന്നു. ഇപ്പൊ സമൂഹം മാറി. Everybody started thinking better and happy. Now you can see a lot of women coming out with efficiently done. അതൊക്കെ നല്ല കാര്യം. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടില്ല, എല്ലാവർക്കും ഇറങ്ങാം. അങ്ങനെ ഇവിടെ വന്നു. ഞാനൊരു കച്ചവടം തുടങ്ങി, തുണിക്കച്ചവടം തുടങ്ങിയ. കുട്ടികളെ കുപ്പായത്തിൽ ആദ്യം തുടങ്ങിയ. കുട്ടികളെ കുപ്പായം എന്റെ പിടിയിലല്ല, എന്റെ സിസ്റ്റർക്ക് ഓൾറെഡി ഒരു ബൊട്ടീക്ക് ഉണ്ട്, സെല്ലേഴ്സ് പറഞ്ഞിട്ട്. അപ്പൊ താത്താക്ക് സപ്ലൈ ചെയ്യും. അപ്പൊ അതർ വേസ്റ്റ്. ഈ 40 ദിവസം പ്രസവിച്ചിട്ട് ഇങ്ങനെ വടി പോലെ കിടക്കണം എന്നൊക്കെ ആയിരുന്നല്ലോ നമ്മളെയൊക്കെ കോൺസെപ്റ്റ്. അപ്പൊ ആ ഒരു സമയം കില്ല് ചെയ്യാന് ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പൊ അങ്ങനെ ആ ഒരു ഇതാണ് ഒരു എന്താ പറയാ, നമ്മൾ 5 നേരം നിസ്കരിക്കുന്നവരാകുമ്പോ സമയത്തിന് നമുക്ക് ആ പ്രാർത്ഥിക്കണം എന്നുള്ള തോന്നൽ വരില്ല. ഒരു വർക്കഹോളിക് മെന്റാലിറ്റി ആയിരിക്കും. സോ ദാറ്റ് ഇസ് ഹൗ. പിന്നെ അങ്ങനെ വന്ന് സാരി സെല്ലേഴ്സ് തുടങ്ങി. ലോങ് 30 years 25 years ആയപ്പോൾ പിന്നെ കുറച്ച് ഡിസ്റ്റർബൻസ് വന്നു. ആ സമയത്തായിരുന്നു നമ്മളെ ഈ ഫ്രാഞ്ചൈസീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാലം. 25-30 years നിങ്ങൾ സാരി സെല്ലേഴ്സ് ആണ് ഷോപ്പ് നടത്തി. ആദ്യം ഒരു 2 years ഒരു ഇന്റീരിയർ ഒക്കെ അങ്ങനത്തെ ആയിരുന്നു. പിന്നെ നെക്സ്റ്റ് ഇയർ ആയപ്പോഴത്തേക്ക് അതിൻ്റെ അപ്പുറത്തെ ഷോപ്പ് വാങ്ങി, അതിൻ്റെ ബാക്കിലെ ഷോപ്പ് വാങ്ങി, അതിൻ്റെ അപ്പുറത്തെ ഷോപ്പ് വാങ്ങി. ഐ വാസ് ഗ്രോയിങ് വെരി ഫാസ്റ്റ്. അപ്പൊ ആ ഗ്രോത്തിന്റെ സമയത്താണ് കുട്ടികൾ വലുതായി, വീടില്ല, വീടെടുക്ക് അല്ല, ഒരു മനുഷ്യന്റെ പൊട്ടുന്ന സ്ഥലം അവിടെയാ. അപ്പൊ കുട്ടികൾ വലുതായി, പെൺകുട്ടികളല്ലേ, വീട് വേണം, കെട്ടിച്ചു വിടണ്ടേ, വലിയ വീട് വേണം, അറ വേണം. അതിനോ മനസ്സിൽ അത് കയറിപ്പോയി. അതുണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ വിചാരിച്ച് എനിക്ക് ഗ്രാനൈറ്റ് വേണ്ട, മാർബിള് വേണം. ബഡ്ജറ്റ് നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും നമ്മളുടെ ഒരു ഇതില്. അപ്പൊ നമ്മുടെ ബഡ്ജറ്റ് ഔട്ടായി. ഔട്ടാകുമ്പോൾ വാട്ട് വി ഹാപ്പൻ, നമ്മളെല്ലാം കിട്ടുന്ന സ്ട്രോങ് പൈസയും എടുക്കും. യു പുൾ ഔട്ട് എവറിത്തിങ്. എവിടുന്നൊക്കെ സോഴ്സിൽ പൈസ ഇട്ടാണ്ട് ഒക്കെ വലിക്കും, അല്ലേ? എല്ലാവർക്കും സംഭവിക്കുന്നതാ. സംതിങ് വിച്ച് ആരും ചെയ്യരുതെന്ന് ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ കോൺവെർസേഷനിലും ഇങ്ങനത്തെ ഞാൻ പറയാറുണ്ട്. പലിശക്ക് ഇതെടുത്തോ? ബാങ്ക് എടുക്കും. നമ്മൾ വിചാരിച്ച മാതിരി കച്ചവടം മുന്നോട്ട് പോകണം, നമ്മൾ ബാങ്കിൽ നിന്ന് എടുത്താൽ. നമ്മളൊരു ബാങ്കിൽ നിന്ന് ഇത്ര പൈസ എടുക്കുന്ന സമയത്ത് നമ്മളൊരു 50 ലക്ഷം എടുക്കുക. ഇന്ന് ഐ ആം സ്ട്രോങ് ഇനഫ് ടു പേ 50 lakhs എത്രയാണ് അടക്കേണ്ട, 50,000 അല്ലെങ്കിൽ 1 ലക്ഷം, എത്ര ബാങ്കിന് അടയ്ക്കേണ്ടത്, അത് അടയ്ക്കാൻ എനിക്ക് ഇന്ന് പറ്റും. നാളെ എനിക്ക് സുഖമില്ലാണ്ടാവാ, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ ഇല്ലാണ്ടാവാ, നമ്മൾ വിചാരിച്ച ഇൻകം വരില്ല. അതെങ്ങനെ നമ്മൾ തിരിച്ചടക്കും? അവിടുന്ന് തുടങ്ങും നമ്മളുടെ പ്രശ്നങ്ങൾ. ലൈഫിൽ നിങ്ങളൊരു 30 years ആകുമ്പോൾ വീട്, 35 ആകുമ്പോൾ വീട് തുടങ്ങും. ഈ ആ സമയം വരെ മേ ബി നമ്മളത് ആലോചിക്കൂല. അപ്പൊ ഈ 20 years ആണ് നമ്മളെ ഈ ബാങ്ക് നമ്മളെ പിടിച്ചു വെക്കാൻ പോണത്, അല്ലെ? ലയബിലിറ്റീസ്. ഈ 20 yearsന്റെ ഇടയിൽ ഹൗ സ്ട്രോങ് വി ആർ. ലൈക്ക് നമ്മൾ എടുക്കണമെന്ന് എനിക്കറിയാം, എനിക്ക് 2 ലക്ഷം മാസത്തിൽ അടയ്ക്കാന്ന്. പക്ഷെ chances are there something can happen, can go wrong. അങ്ങനെ വരുന്ന സമയത്ത് this gets into depth. അപ്പൊ ബാങ്കുകാർ എന്ത് ചെയ്യും? നിങ്ങളെ വിളിക്കും, പറയൂ. അപ്പൊ യു ഓട്ടോമാറ്റിക്കലി ഗോ ഇൻ ടു അതർ സോഴ്സസ് ഓഫ്
മണി that might be a blade. NP ആവണ്ട, NP ആവാൻ പാടില്ല. സോ ആദ്യത്തെ 2 NP നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ എന്താ NP non-performance of accounts is called NP. ഓക്കെ. So if you don't properly നിങ്ങളുടെ അക്കൗണ്ടിൽ എല്ലാ മാസവും ചെയ്തിട്ടില്ലെങ്കിൽ 3-ാമത്തെ മാസം നിങ്ങളുടെ അക്കൗണ്ട് ഡൈവേർട്സ് ടു NP, നോൺ പെർഫോമിംഗ് അക്കൗണ്ട്. ഓക്കെ. നോൺ പെർഫോമിംഗ് അക്കൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്യൂമുലേറ്റീവ് ഇൻട്രസ്റ്റ് എല്ലാം കൂടി വന്നിട്ട് പിന്നെ നിങ്ങൾക്ക് അടപ്പ് ഊരി പിന്നെ യു സ്റ്റാർട്ട് യു ഹാവ് ടു സ്വിം ടു നമുക്ക് അക്കരെ എത്താൻ ഭയങ്കര പാടായിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥ വരരുതായിരിക്കും. യു ഹാവ് ടു ബി വെരി കെയർഫുൾ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് വിൽ ഹിൻഡർ യുവർ ബിസിനസ്, ഹിൻഡർ യുവർ ഫാമിലി ലൈഫ്, എവറിത്തിങ്. അപ്പം സ്ട്രോങ് റെക്കമെൻഡേഷൻ എനിക്ക് പറ്റിയതല്ലേ നിങ്ങൾ ചോദിക്കുന്നത്, ഹൗ ഡിഡ് യു ലീവ് യുവർ ലൈഫ് അല്ലേ ചോദിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റാർട്ടഡ് മൈ ലൈഫ് സ്ലോലി സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് പ്രോബ്ലംസ്. ആ പ്രോബ്ലംസ് മിക്ക ആൾക്കാർക്കും എടുക്കാൻ പറ്റില്ല. മൈ ഹസ്ബൻഡ് ഓൾസോ ഫൗണ്ട് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ടു ടേക്ക്. ഒരിക്കലും ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ടുണ്ടാവില്ല. എൻ്റെ അടുത്ത് ക്രെഡിറ്റ് കാർഡ് പോലും ഇല്ല. വെരി ഗുഡ്. ഈ ക്രെഡിറ്റ് കാർഡ് എന്റെ മാസത്തിൽ എന്തൊരു ബുദ്ധിമുട്ടാന്ന് അറിയോ? 1-ാം തീയതി ആകുമ്പോഴത്തേക്ക് എമ്മാതിരി ടെൻഷനാ. നമുക്ക് ഈ ഇൻസ്റ്റാൾമെന്റും കൂടി ഉണ്ടായതുകൊണ്ട് നമ്മൾ അറിയാതെ എടുത്തു, അതുകൊണ്ട് ഞാൻ എടുക്കണ്ടെന്ന് തീരുമാനിച്ചു. വെരി ഗുഡ്. അങ്ങനെ ആകുമ്പോൾ അറ്റ്ലീസ്റ്റ് യുവർ ലൈഫ് എവറി ഡേ യു ക്യാൻ സ്മൈൽ. അതർവൈസ് ഉച്ചക്ക് 2 മണി വരെ ഇന്നെന്താ ചെക്ക് വരാനുള്ളത്, ഇന്നെന്താ പേയ്മെന്റ് ഉള്ളത്, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. യുനോ ഇറ്റ് ഹാപ്പൻ. സോ വി ഹാഡ് എ വെരി ബാഡ് ടൈം കുറച്ച് കാലത്തേക്ക്. സ്പൈറ്റ് എൻ്റെ ഹസ്ബൻഡിനും ക്യാൻസറായി. ഹസ്ബൻഡാണ് എൻ്റെ തൂണ്. ലൈക്ക് വി യൂസ് ടു വർക്ക് ടുഗെദർ, ട്രാവൽ ടുഗെദർ. പിന്നെ കുറച്ചായപ്പോൾ പിന്നെ മൂപ്പർക്ക് സുഖേടാവാൻ തുടങ്ങിയപ്പോൾ വി ഡിഡ്ന്റ് ട്രാവൽ ടുഗെദർ. ഐ ഹാഡ് ടു ട്രാവൽ അലോൺ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് ട്രാവലിംഗ് അലോൺ ഞാൻ പഠിച്ചു. ഹി ഗേവ് മീ ഓൾ ദ കോൺഫിഡൻസ് ഓഫ് എന്താ പറയുക, ധൈര്യം. നീ പോയിക്കോ, ഐ എം ഓൺ കോൾ. എപ്പോൾ എന്നെ വിളിച്ചിട്ട് നോക്കൂ. ഞാൻ ഒറ്റയ്ക്ക് കൽക്കത്ത, ഡൽഹി, ബോംബെ എല്ലാം ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ തുടങ്ങി. ബിക്കോസ് വേറൊരാളെ കൂടെ പിടിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് ടിക്കറ്റ്സ് ഒക്കെ. പിന്നെ മേ ബി ഇല്ലാത്തത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് ഹി ഈസ് ടു റീഡ് എ ലോട്ട്, ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ന്യൂ, കളർ പഠിപ്പിച്ചേരി, ഈ കൊല്ലത്തെ ട്രെൻഡ് എന്താ, അതൊക്കെ അറിയണം ഫാഷൻ പഠിക്കുമ്പോഴേ. അന്നൊന്നും എനിക്ക് ഫുഡായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ മൂപ്പര് ഭയങ്കര എന്റർടൈനിങ് ആ. നിങ്ങളിപ്പോൾ കോഴിക്കോട് കൂടെ പോവാൻ നിങ്ങളെ വിളിക്കും, ചോറ് തരണം, ഭക്ഷണം തരണം, അത് ഞാൻ തന്നെ ഉണ്ടാക്കണം. ടുഗദർ വിത്ത് ബിസിനസ് ഐ ഹാഡ് ടു ഡു കുക്കിംഗ് ഓൾസോ. സോ ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യത്തിൽ ഒരു ഗേൾഫ്രണ്ടായി, പിന്നെ ഒരു വൈഫായി അല്ലേ, പിന്നെ ഒരു ഉമ്മായി, പിന്നെ ഒരു ഗ്രാൻഡ് മദറായി, പിന്നെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറായി. 5 important stages in a woman, and these people expect you as a woman, not as a business lady. ഒരു സ്ത്രീനെ ഒരാൾ നിങ്ങളാണ് ആര് കാണുന്നതും എന്താ, അമ്മയായിട്ടോ സിസ്റ്ററായിട്ടോ അല്ലേ, അവരൊരു ബിസിനസ് വുമൻ ആയിട്ട് ആരും കാണുന്നില്ല. സോ ഇറ്റ് ഈസ് എ ബിഗ് ഇത്. നിങ്ങൾ ആണുങ്ങളാണെങ്കിൽ ഒരു കച്ചവടം ചെയ്യണം, അവർക്ക് പുറത്തു പോകുന്ന ആൾക്കാർ ചിന്താഗതി അങ്ങനെയാണ്. ഡിഗ്നിറ്റി കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ രണ്ടും കൊണ്ടുപോകാൻ പഠിക്കണം. രണ്ടും ഒരു ഷേപ്പിൽ കൊണ്ടുപോകണം. അതേസമയം വീട്ടിൽ പാലില്ലെങ്കിൽ ചോദ്യം ഞമ്മക്കേ വരുള്ളൂ. ഉമ്മ പാലില്ലാന്ന്, ഉമ്മ ഏത് തലപ്പത്തിരിക്കണോളായാലും വേണ്ടിയില്ല, ഉമ്മ എന്നെ നോക്കണം വീട്ടിൽ പാലില്ലാത്തത്. ദാറ്റ്സ് വാട്ട് എ വുമൻ ഈസ് കൺസിഡേർഡ് ടു ബി. ഓക്കെ. അപ്പൊ നിങ്ങൾ കുറെ പൈസ പുറത്തിന് കട എടുത്തു. യു ഹാഡ് എ ടഫ് ടൈം. അപ്പം ഹസ്ബൻഡിന് ആ സമയത്താണ് അസുഖം വന്നത്. ദെൻ ഹൗ ഡിഡ് യു ബൗൺസ് ബാക്ക്? Yes. Bounce back എന്ന് പറഞ്ഞാൽ it was something like my grave was ready. Like I had to come back from my grave. You know, it was so deep rooted. But I used to pray to God every day. Like എനിക്ക് പവർ തരണേ, എനിക്ക് പവർ തരണേ, അത്രയും ഞാൻ ചോദിച്ചിട്ടുള്ളൂ. എനിക്ക് പൈസ തരണേന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് തരണേ ദൈവമേ. എന്താ വെച്ചാൽ നമുക്കിവിടെ ഒരു പഠിച്ചോ നമ്മളിവിടെ ജീവിക്കാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള സമയം കടച്ചോ നമ്മളെ കണ്ടിട്ടുണ്ട് അല്ലേ. നമ്മളാരും വിഷമിട്ടോ ചീഞ്ഞിട്ടോ മരിക്കുന്നില്ല. അപ്പോൾ പഠിച്ചോ നമ്മളെ സഹായിക്കുകയാണെങ്കിൽ ഓരോ നോട്ടും അയച്ച് നമ്മൾ വിചാരിച്ചോടത്ത് എത്താം. അപ്പോൾ ഞാൻ അതേമാതിരി തന്നെ ചെയ്തു. ഐ യൂസ് ടു പ്രേ ഫോർ മൈ പവർ ആൻഡ് ഗോഡ് ഗേവ് മീ ദാറ്റ് പവർ. ഓരോ കാര്യങ്ങളും മെല്ലെ ചെയ്ത് ദൈവം സഹായിച്ചിട്ട് ഐ കുഡ് ബ്രിങ് അപ്പ്. അങ്ങനെ ഇരിക്കുകയാണ്. ടെക്സ്റ്റൈലിലായിരുന്നു ഞാൻ. അപ്പോൾ കുറച്ചുകൂടി ഈസിയർ സാധനം ഫുഡാണ്. ടെക്സ്റ്റൈൽ ആണെങ്കിൽ ട്രാവൽ ചെയ്യണം, കുറേ പൈസ വേണം. ഫുഡ് ആകുമ്പോൾ അന്നത്തെ പൈസ മതി. ഇപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ ഒരു 1000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ ഒരു ബിരിയാണി ഉണ്ടാക്കി വിൽക്കാം. ആ വിറ്റ് കഴിഞ്ഞാൽ ആ അമ്മന്നെ അതിൻ്റെ ലാഭം കിട്ടി അപ്പം തന്നെ. അപ്പോൾ ഫുഡ് ഇസ് ആൻ ഇൻഡസ്ട്രി വെയർ യു ഡോണ്ട് നീഡ് ടു ഹാവ് എ ലോട്ട് ഓഫ് എഡ്യൂക്കേഷണൽ
നിങ്ങളുടെ വലിയ വാലുള്ള ഡിഗ്രി ഒന്നും വേണ്ട, ഉണ്ടാക്കി കൊടുത്താൽ ഉണ്ടാക്കി കൊടുത്താൽ അത് നല്ല രുചി വേണം. ടേസ്റ്റ് ആയാൽ മതി, നല്ല Correct. മനസ്സോടുകൂടി ഉണ്ടാക്കുക. True. അത് ആർക്കും എവിടുന്നും ചെയ്യാം. അതെ. സോ ഐ ഗോട്ട് ഇൻ ടു ദാറ്റ്. അപ്പോഴാണ് എൻ്റെ വല്യമ്മാൻ്റെ ഒരു ഗരം മസാലപ്പൊടി ഉണ്ട്. ഞാൻ അതിന്റെ മുന്നേ തന്നെ കോംപ്ലിമെന്റ് ആയിട്ട് ഷോപ്പിൽ സാരി വാങ്ങുന്നവർക്ക് കൊടുക്കുമായിരുന്നു, ചെറിയ ചെറിയ ബോട്ടിലാക്കിയിട്ട്. അപ്പൊ കൊറോണ വന്നതിന് മുന്നേ കുറച്ച് എന്തൊക്കെ വിൽക്കാനൊക്കെ പറ്റി, എല്ലാം സെറ്റിൽ ചെയ്ത് എവറിത്തിങ് ഗോട്ട് നോർമൽ. അങ്ങനെ ഞാൻ പിന്നെയും ഷോപ്പ് തുടങ്ങി, ഭയങ്കര സ്റ്റൈലൻ ഒരു ഷോപ്പ് ബീച്ചില്, സാരി സെല്ലേഴ്സ്. മക്കളൊക്കെ പറഞ്ഞു, ഉമ്മ ഡു യു വോണ്ട് ടു ഡു ദിസ്, മണി വിൽ ബി ഇനഫ്. നമ്മൾ ഐ വോണ്ട് ടു ഡു സംതിങ്. അപ്പൊ യു പുട്ട് സം മണി. നല്ല രസമുള്ള ഒരു ഷോപ്പൊക്കെ ഉണ്ടാക്കി. എൻ്റെ ഡ്രീം ഷോപ്പായിരുന്നു അത്. എല്ലാം കഴിഞ്ഞ് 3rd month അതാ വരുന്ന കൊറോണ. അത് ബീച്ചില്. അവിടെ ഞാൻ പിടിച്ച് കുറെ നോക്കി, 1 year പിടിച്ചു നോക്കി. ബട്ട് ഇറ്റ് വാസ് എ ന്യൂ റെന്റ്, ന്യൂ പ്ലേസ് എല്ലാം അല്ലേ. അപ്പം എനിക്ക് എന്താണ് വെള്ളത്തിലൂടെ പൂച്ചക്ക് പേടി എന്ന് പറയുന്നില്ലേ. അപ്പോൾ ഐ വാസ് എ ലിറ്റിൽ സ്കേർഡ്. ഐ ലെഫ്റ്റ് എവറിത്തിങ്, ക്യാൻസർ, കട്ട് ഇറ്റ് ഓഫ്. അന്ന് ഞാൻ ക്യാൻസർ വലിച്ചു നീട്ടിക്കൊണ്ടേ. എനിക്ക് അറിയില്ലായിരുന്നു, എൻ്റെ ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമല്ലോ. അതാണ് നമ്മൾക്ക് എല്ലാവർക്കും പറ്റുന്ന സംഗതി. അവരെന്ത് വിചാരിക്കും, അത് ഞാൻ കുറെ കാലം കൊണ്ടായിരുന്നു. ബിക്കോസ് ഐ ഹാഡ് 3 daughters. എന്തെങ്കിലും എൻ്റെ പൊട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഐ ഡോണ്ട് വോണ്ട് ദം ടു, അവരെ ഭാവി പോകരുത്. സോ വാട്ട് ഐ ഡിഡ്, ഐ വെയിറ്റഡ്. പിന്നെ 2ാമതും വെള്ളത്തിൽ വീണപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പറ്റൂല, അത് പൂച്ച. അങ്ങനെ ഐ കട്ട് ഇറ്റ് ഓഫ്. ദാറ്റ്സ് ഹൗ ഐ സ്റ്റാർട്ടഡ് മൈ എൻട്രി ഇൻ ടു ഫുഡ് ഇൻഡസ്ട്രി. ഈ ഫുഡിലേക്ക് വരാനുള്ള ഒരു റീസൺ, നിങ്ങൾ എൻറ്റയർലി ഡിഫറെന്റ് ഒരു ഇൻഡസ്ട്രിയിലേക്കല്ലേ പോകണം. ആ സമയത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ ഒരു തോട്ട് പ്രോസസ് വന്നു? ആദ്യമായിട്ട് ഞാൻ ഈ ആമസോണൊക്കെ കാണുന്നത്. അപ്പോൾ ഈ എല്ലാവരും പറഞ്ഞു ഇനി ഓൺലൈൻ ബിസിനസ്സേ ഉള്ളൂ, നിങ്ങളെല്ലാവരും പൂട്ടിക്കോളൂ, ഡ്രസ്സെല്ലാം ഓൺലൈനിലെ ആൾക്കാർ വാങ്ങുള്ളൂ, ഇനി ഒന്നും ഓൺലൈനിലാണ്ട് ഉണ്ടാവില്ല. അതിൻ്റെ തലയിൽ എവിടെയോ കയറി. then I tried selling online, but it didn't work because online ഒരു വേറെ തന്നെ സ്ട്രാറ്റജിയാണ്. അത് ഓൺലൈനിലേക്കായിട്ട് ഉണ്ടാക്കുന്ന ഒരു മാനുഫാക്ചറർ 4 ഡ്രസ്സ് ഓൺലൈനിലേക്കായിട്ട് ഉണ്ടാക്കും. അയാൾ നമ്മൾ പോയി വാങ്ങുന്ന സാധനം വ്യത്യാസമായിരിക്കും. ആ ക്വാളിറ്റി ഇതൊക്കെ തൊട്ട് നോക്കിയിട്ടു, അതിന് മണത്ത് നോക്കിയിട്ടു, അതെന്താന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങുള്ളൂ. നമ്മളെ പൈസയൊക്കെ എണീന്നേ. ഓൺലൈനിൽ അതല്ല. ഓൺലൈനിൽ ദേ ആർ ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ്. കയറി വന്നാൽ നിങ്ങളൊരു ഷർട്ട് 500 rupees വാങ്ങിയാലും യു ആർ റെഡി ടു forgive it, like if it is bad. True. But when I am there, I am questionable because I am selling it directly to you. You know me, I know you. Correct. And once you come back with a product, I should be careful. That is the difference in online business. But it didn't go well with me. I had to stop. അപ്പോൾ ഓൺലൈൻ ആമസോണിന്റെ ഇത് എനിക്ക് ശരിക്കും പറയാൻ എനിക്കൊരു ഫോണിൽ വർത്തമാനം പറയാനേ അറിയുള്ളൂ. അതിന്റെ ഈ ഞെക്കണവും തക്കണമൊന്നും എനിക്കിപ്പോഴും അറിയില്ല. എന്നാലും അതിന്റെ ഉള്ളിലത്തെ അനുഭവങ്ങൾ എനിക്കറിയാം. നിങ്ങളോട് പറഞ്ഞിട്ട് ചെയ്ത് തരീന്ന് പറയാൻ അറിയാം, ചെയ്യിപ്പിക്കാൻ അറിയാം. അതാണ് എന്റെ പവർ. എനിക്ക് ചെയ്യാൻ അറിയില്ല. TV വെക്കാൻ ആരെയും വെച്ച് തരണം. ഐ എം സംതിങ് വിത്ത് ഇലക്ട്രോണിക് ആൻഡ് ഡ്രൈവിംഗ്. ദീസ് 2 things I find it difficult. ഡ്രൈവിംഗ് പഠിച്ചിന്, ലൈസൻസ് ഉണ്ട്, പക്ഷെ ഓടിക്കാറില്ല. യൂബർ ഉണ്ടല്ലോ, ഇപ്പൊ ഊബർ ബെസ്റ്റ്. നിങ്ങളാണ് യൂബർ. പിന്നെ എനിക്ക് പോർട്ടർ പഠിപ്പിച്ചത്. പോർട്ടർ, ഊബർ, പിന്നെ ഇൻസ്റ്റാമാർട്ട്, ഇതെല്ലാം ഞാനിപ്പോ ഫോണിൽ പഠിച്ചു. ഇപ്പൊ എനിക്ക് പേടിയില്ല, ഒറ്റക്ക് ജീവിക്കാം. ഓക്കെ. അപ്പൊ നിങ്ങള് പിന്നെ കോവിഡ് സമയത്ത് നിങ്ങൾ വീണ്ടും 2ാമത്തെ ഷോപ്പ് റിവൈവ് ചെയ്ത് വീണ്ടും പൂട്ടേണ്ടി വന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടും സംഭവിച്ചു? പൂട്ടേണ്ടി വന്ന് പിന്നെ വീട്ടിലല്ലേ എല്ലാവരും കോവിഡ് ആയിട്ട്. അപ്പൊ പിന്നെ ഞാൻ ഈ ഫോണ്, എനിക്കൊരു ഫോണ് കിട്ടി. അപ്പോൾ മക്കളെല്ലാവരും ഇവിടെ ഉണ്ട്. പിന്നെ മാത്രമല്ല ആ സമയത്ത് നമ്മളെ നാട്ടിലും എല്ലാ പഠിക്കാൻ പോയവരൊക്കെ മടങ്ങി വന്നല്ലോ. നമ്മളെ നാട്ടിലെ എന്താണ് നിങ്ങളത്തെ ജെൻസി ഇവിടെ ഉണ്ട്, ആൽഫ ഉണ്ട് അല്ലെ, ആൽഫ ഉണ്ട്, ജെൻസി ഉണ്ട്. അപ്പൊ അവരൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു കേരളത്തിൽ തന്നെ. ആ സമയത്ത് ദേ ഹെൽപ് മീ ടു ഡു സംതിങ്. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ ഇതൊന്ന് കുപ്പിയിലാക്കാൻ, എനിക്ക് ആമസോണിൽ കാണിച്ചു തന്നു, ഇങ്ങനെ വിൽക്കാം. അതെല്ലാം വഴി വിൽക്കാൻ. വേറെ എവറി ഷോപ്പ് ഇസ് ക്ലോസ്ഡ്. ആൻഡ് ഇഫ് ഐ വാണ്ട് ടു സെൽ സംതിങ്, it is only Amazon or അതിൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ I had a friend who helped me out to do in Amazon. അപ്പോൾ അയാൾ പറഞ്ഞു, ഇങ്ങനെ കുപ്പിയിലാക്ക്, ഇങ്ങനെ എറിഞ്ഞാൽ കുപ്പി പൊട്ടരുത്, ഇങ്ങനെ എറിഞ്ഞാൽ കുപ്പി പൊട്ടരുത്, ഇങ്ങനത്തെ പെട്ടിയാവണം, ഇങ്ങനെ പാക്ക് ചെയ്യണം. അതൊക്കെ പഠിച്ച് അപ്പോൾ എനിക്ക് അറിയും പോലെ പൊടിയാണ് ഉണ്ടാക്കി കൊടുത്ത് അയാൾ പാക്കിങ് പഠിപ്പിച്ചു തന്ന്. അടുത്തുള്ള വേറെ പയ്യൻ എനിക്ക് സ്റ്റിക്കർ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്ന്. അങ്ങനെ പ്രോസസ്സായി ആമസോണിൽ കയറി. അന്നൊന്നും പൈസ ഉണ്ടായിട്ടല്ല കേട്ടോ, ബട്ട് എവിടുന്നെങ്കിലും ഒപ്പിച്ച് ഐ വാസ് തിങ്കിങ് ഒരു 5000 സെയിൽ ഉണ്ടായാൽ മതി മാസത്തില്. അത് അങ്ങനെ വിചാരിക്കാൻ പറ്റുള്ളൂ. ഒരു ദിവസം കൊണ്ട് 4 ലക്ഷം 5 ലക്ഷം ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു 3 കൊല്ലത്തെ സ്റ്റേജിൽ
അതിങ്ങനെ വളർന്ന് ഒരു ടോപ്പിലെത്തി. ഇപ്പം ഞാൻ ഓൺലൈൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓഫ്ലൈൻ എന്നോട് പറയുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനാ, പേടിയാ. ഓപ്പോസിറ്റാ. ഓഫ്ലൈൻ പേടിയാ. ലൈക്ക് നമ്മളിപ്പോൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഓരോട് പൈസ കൊയ്ക്കണം. ആ ഓഫ്ലൈൻ ബിസിനസ് ഇസ് എ ലിറ്റിൽ ടഫ് ഫോർ മീ. ഓൺലൈൻ ദർ ഇസ് നത്തിങ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. സാധനം ഓലും നമ്മളെ വീട്ടിൽ വന്ന് എടുത്തുണ്ടാവും. ഒരു ഒരു വിറ്റ് എല്ലാ ടാക്സും അടച്ച് എല്ലാ പൈസയും കഴിച്ച് ബാക്കി അക്കൗണ്ടിൽ ഇട്ട് എല്ലാ ചൊവ്വാഴ്ചയും കാത്തിക്കുക ആ പൈസ വന്ന്. It is a very nice way of doing business. Maybe Amazon takes money. True. They have to take for all this logistics and other things and all. Correct. But easy going. Life is also easy. You can sit at home and do. True. അപ്പോൾ പിന്നെ നിങ്ങൾ ഇത് ആദ്യം ഓൺലൈനിൽ കയറിയതാണോ അല്ലെങ്കിൽ ആദ്യം പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തായിരുന്നു? നിങ്ങൾ എങ്ങനെയായിരുന്നു? ആ യൂട്യൂബ് ആയിരുന്നു ആദ്യം അല്ലെങ്കിൽ ആമസോൺ ആയിരുന്നു ആദ്യം? ആദ്യം ആമസോൺ ആയിരുന്നു. ആമസോണിൽ നിങ്ങൾ ലിസ്റ്റ് ചെയ്തു? ലിസ്റ്റ് ചെയ്തു. ആദ്യം ആമസോണിലാണ് തുടങ്ങിയത്. ഓക്കെ. പിന്നെയാണ് ഞാൻ ഈ പൊടി വിൽക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ട്രാവൽ ചെയ്തതും ഒരു സ്ഥലത്ത് പോയതും അവിടുന്ന് ഒരു യൂട്യൂബർ എന്നെ കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി വീഡിയോ ഇട്ടതും അത് ഭയങ്കര വൈറലായതും അത് എത്രയോ ലക്ഷങ്ങൾ ആൾക്കാർ കണ്ടതും യൂട്യൂബ് അവരിട്ടത്. അന്നാണ് എന്താ യൂട്യൂബ് എന്ന് ഞാൻ അറിയില്ല. ആരായിരുന്നത്? സാൻഡ്ര. നമ്മളെ പ്രൊഡ്യൂസർ സാൻഡ്ര. പ്രൊഡ്യൂസർ സാൻഡ്ര. നമ്മളെ മിന്നൽ മുരളിയൊക്കെ ചെയ്ത അല്ലേ? അങ്ങനെ എനിക്ക് പറയാൻ അറിയില്ല. സാൻഡ്ര മോള് സീനിയർ ആയിരുന്നു. സാൻഡ്രക്ക് 2 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. അവരെ വെച്ചിട്ടായിരുന്നു സാൻഡ്രയുടെ ഒരുപാട് ബ്ലോഗ്സ് ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ സാൻഡ്രയുടെ ഫാദർ ബിസിനസ് ആണല്ലോ അങ്ങനെ. അപ്പൊ ആ സമയത്ത് സാൻഡ്ര ഇട്ടപ്പോഴാണ് എൻ്റെ മോളും സാൻഡ്ര ഒപ്പരം പഠിച്ച. അപ്പൊ സാൻഡ്ര ഉണ്ടായിരുന്നു ഞാൻ പോയ ഒക്കേഷനിൽ. അന്നാണ് ഞാൻ മോളോട് ഇവിടെ ഒന്ന് ചോദിച്ചു, ഈ യൂട്യൂബ് ഒന്ന് കാട്ടിക്കൊണ്ട് അത് എന്താ ഞാനുണ്ട് പോലെ യൂട്യൂബിൽ ഇതെങ്ങനെയാ കാണുക. അങ്ങനെ കുട്ടികളാരോ കാണിച്ചു തന്നു. അപ്പൊ അതെന്റെ മനസ്സിൽ കയറി, അത് വേറൊരു വഴിയാണല്ലോ ജീവിക്കാൻ. അങ്ങനെ ഞാന് ബ്രെയിൻ വർക്ക് ചെയ്യുന്ന വേറെ മോഡലാണല്ലോ. അങ്ങനെ ഞാൻ വേഗം പൊട്ടിയൊക്കെ എടുത്ത് മോളെ കല്യാണം കഴിച്ച് ബാംഗ്ലൂരിലാണ്. ഓളടുത്ത് പോയിട്ട് പറഞ്ഞു നിന്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് വിളിക്കുക. ഓള് വിഷ്വൽ കമ്മ്യൂണിക്കേഷനാ പഠിച്ചേ ലോയലയില്. അതൊക്കെ ഞാൻ ഭയങ്കര കൃത്യമായിട്ട് എവിടെ പഠിപ്പിക്കണം എന്നുള്ളതല്ലോ ലൈക്ക് എനിക്കും അറിയാം. ബെസ്റ്റ് ഓഫ് എവിടെ ഇടിയിപ്പിക്കേണ്ട കുട്ടികളെ അതുപോലെ കല്യാണം ആവശ്യത്തിന് പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാരും പറഞ്ഞു മക്കളെ ഡോക്ടർ ആക്കിയില്ല, എഞ്ചിനീയർ ആക്കിയില്ല. നോ, നമ്മളിങ്ങനെ ഒരു കലാകാരന്മാരാ. നമ്മളൊരു കലയാണ് ഞങ്ങൾക്ക്, എനിക്കും എൻ്റെ മക്കൾക്കും. ഇറ്റ്സ് എ സോർട്ട് ഓഫ് കല വാട്ട് വി ഹാവ്. ഐ നെവർ ലുക്ക്ഡ് അറ്റ് ഡോക്ടറെ പൈസ ഉണ്ടാക്കൂ, എഞ്ചിനീയറെ പൈസ ഉണ്ടാക്കൂ എന്നുള്ളതല്ലേ. എൻ്റെ മക്കൾ പഠിക്കുന്ന കാലത്ത് ഡോക്ടർക്കും എഞ്ചിനീയർക്കേ വില ഉണ്ടായിട്ടുള്ളൂ. ബട്ട് ഞാൻ ആ ഒരു ഇതില്ല, എനിക്കൊക്കെ ഒരു എസ്തെറ്റിക് സെൻസ് ഉണ്ടായിരുന്നു. ഇവരെ ഉപ്പാക്ക് ഭയങ്കരമായിരുന്നു എസ്തെറ്റിക് സെൻസ്. ഇവരെ ഫാദറിന് ഇവർക്ക് കിട്ടിയതാ. പിന്നെ എനിക്കും ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ ബിസിനസ്സിലേക്ക് പോയപ്പോലെ മോർ മാർവാടി ആയിട്ട് പോയി. അതെ, എസ്തെറ്റിക്സിന്റെ കാര്യങ്ങളൊക്കെ. അപ്പം ചിൽഡ്രൻ ആൻഡ് മൈ ഹസ്ബൻഡ് വാസ് ടേക്കിംഗ് കെയർ ഓഫ് ഇറ്റ്. ഇപ്പോഴും എസ്തെറ്റിക്സ് ഒക്കെ എൻ്റെ മക്കൾ തന്നെയാണ്. എസ്തെറ്റിക്സ് അട്രാക്ട് ചെയ്യുമല്ലോ എന്തായാലും. ശരിയാണ്. അപ്പം ലൈക്ക് എവിടെ എത്തിയേ മറന്നുപോയി. അപ്പൊ നിങ്ങള് മോളെ ലോയല കോളേജിലാക്കി, നിങ്ങൾ ബാംഗ്ലൂർ പോയി? അല്ല, മോളെ ലോയലല്ല, അവൾ അവിടെയാ പഠിച്ചേ. അവളെ കല്യാണമൊക്കെ കഴിച്ചല്ലോ, കൊറോണ ഒക്കെ കഴിഞ്ഞ് ചത്തപ്പോഴാണല്ലോ അതൊക്കെ ആലോചിക്കുന്നത്. അപ്പോ അവളുടെ അടുത്ത് പോയിട്ട് അവളോട് ചുമ്മാ മോളെ ഐ വോണ്ട് ഓൾസോ ടു ഡു ദിസ് വീഡിയോ, സി സാൻഡ്ര ഇട്ടിട്ട് ഇങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഒരു ഫോണൊക്കെ ഒപ്പിച്ച്, ടച്ച് സ്ക്രീനുള്ള ഫോണൊക്കെ ഒപ്പിച്ച് വീഡിയോ ഒക്കെ കാണാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് നിങ്ങൾ എത്ര ഏജ് ആയിട്ടുണ്ടാവും നിങ്ങൾക്ക്? ഒരു 58, 59. അപ്പോഴത്തേക്ക് 64 ആയിട്ടുള്ളൂ. കൊറോണ കഴിഞ്ഞിട്ട്. അപ്പൊ ഓള് പറഞ്ഞു കീപ് ക്വയറ്റ്, അത് നടക്കുന്ന കാര്യമല്ല, അത് നടക്കൂല ഉമ്മ, അതെല്ലാം ഇപ്പത്തെ ജെനീന്റെ കാര്യങ്ങളാണ്, നിങ്ങൾക്ക് മനസ്സിലാവൂല, നിങ്ങൾ മിണ്ടാണ്ട് ഇരിക്കും, വീൽ ടേക്ക് കെയർ ഓഫ് യു എന്നൊക്കെ പറഞ്ഞു. ജോലി കയറിയിരുന്നു? ഇല്ല, രണ്ടാമത്തെ മോള് ഖത്തറിലാണ്, അവള് ജോലിയിലായിരുന്നു. മൂന്നാമത്തെ മോള്. അപ്പൊ അവരൊന്നും സപ്പോർട്ടിങ് നേച്ചറിലേക്ക് ഇല്ല. അതൊന്നും എനിക്കൊരു ഇതുണ്ട്, എനിക്ക് ഞാൻ ഉണ്ടാക്കിയ പൈസ വേണം നിർബന്ധമാണ്. എവറി റുപ്പി എനിക്ക് ഉണ്ടാക്കണം നിർബന്ധമാണ്. അത് ഞാൻ ഫുഡ് വിറ്റിട്ടുണ്ടാക്കൂ. നിങ്ങളിപ്പോ എന്നോട് 4 കോഴി നിറച്ചത് രാത്രി 12 മണിക്ക് തരുമോന്ന് വെച്ചാലും ഞാൻ ഉണ്ടാക്കി കൊടുക്കും. ഇപ്പൊ കിട്ടുമോ ബിരിയാണി എന്ന് വെച്ചാൽ യെസ് കിട്ടും. അങ്ങനെയാണ് എൻ്റെ നേച്ചർ. അത് ചെയ്യാൻ കഴിയണം. ഇല്ല, മെയിൻലി ഞാൻ കാണുന്നത് നാളേക്ക് ഒരു കല്യാണം ഉണ്ട്, മറ്റന്നാൾ ആടെ ഒരു വീട്ടുകൂടലുണ്ട്, അതൊക്കെയാണ് ആൾക്കാർ കൺകൂട്ടുക. എന്നെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് ഇസ് നത്തിങ് അല്ല. ഐ ക്യാൻ ഗോ ലേറ്റർ, but this is Lakshmi coming here. Somebody is asking me to do something. First priority.
പ്രയോറിറ്റി ഫസ്റ്റ്. ദാറ്റ് ഈസ് മൈ പിന്നെ കഞ്ഞി. നിങ്ങൾ കഥ കളഞ്ഞ ബിസിനസ്സുകാരിയാണല്ലോ. കഞ്ഞി കഴിഞ്ഞിട്ടേ എന്തും ഉള്ളൂ. എന്തുകൾ ഓഫർ ചെയ്താലും എൻ്റെ കഞ്ഞിക്കുള്ള വക ഞാൻ കാണണം, അത് കഴിഞ്ഞിട്ട് ബാക്കി. അപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ് മൈ സ്റ്റൈൽ ഓഫ് ഇത്. ബാംഗ്ലൂർ പോയി നിങ്ങൾ അറിഞ്ഞ് എനിക്കും പഠിക്കണം ഈ യൂട്യൂബ്, പക്ഷെ വേണ്ട ഒരു സപ്പോർട്ട് കിട്ടിയില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? പിന്നെന്ത് ചെയ്ത്? ഞാൻ തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഒരു മെയിൻ ഫോട്ടോഗ്രാഫർ ഉണ്ട്, ഞാനും ഓനും ഭയങ്കര ബ്ലെൻഡാ. ഇവര് പറയും നിങ്ങളെ 4ാമത്തെ മോനെന്നാ. അപ്പം ഇവന് ഞാൻ ഒരു പിന്നെ കമ്പനിയായിട്ട് ഈ ടെക്സ്റ്റൈൽ വീട്ടിലേക്ക് മാറ്റിയിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു ഒരു ഏജൻസീനെ ഏൽപ്പിക്കാൻ. അവർ വന്ന് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ ഒക്കെ എടുത്ത് ബൂസ്റ്റും പോസ്റ്റും ഒക്കെ ഇട്ട് അതൊന്നും ഡെവലപ്പ് ആയില്ല. അപ്പൊ അതിൻ്റെ അകത്തൊരു ക്യാമറക്കാരനെ എനിക്ക് പിടിച്ച്. അപ്പൊ ഞാൻ എൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ തിരിച്ചു തന്നാൽ ഐ എം നോട്ട് വർക്കിംഗ് വിത്ത് യു എന്ന് പറഞ്ഞ് ഇത് തിരിച്ചു തരാൻ വന്ന ആളായിരുന്നു എൻ്റെ ഇപ്പോഴത്തെ ഫോട്ടോഗ്രാഫർ മിലൻ. ക്യാമറമാന് എനിക്ക് ഡോക്യുമെന്റ് കൊണ്ട് തരാൻ വേണ്ടി വന്നത്. അപ്പൊ ഞാനോനോട് ചോദിച്ച് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുമോ, നമുക്കൊരു ടീമാവാ. അപ്പൊ ഓനും ഒരു എന്താ പറയാ ബാംഗ്ലൂർ മദ്രാസ് ഒന്നും ഇല്ലാത്തൊരു സ്റ്റേജിൽ നിൽക്കുകയാണല്ലോ, കൊറോണ അല്ലേ. ലാല് ബാബുരാജിനോട് ചോദിച്ച പോലെയാണ് എന്റെ കൂടെ. അപ്പൊ ഞാൻ എന്നാ നീ നമുക്ക് വീഡിയോ എടുക്കാം. അപ്പൊ ആന്ന് പറഞ്ഞ് എൻ്റെ അടുത്തൊരു ക്യാമറ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാ പിന്നെ ലെറ്റസ് സീ എന്ന് പറഞ്ഞ് അങ്ങനെ ഓനെ പിടിച്ച് ഓൻ്റെ നമ്പറൊക്കെ വാങ്ങി. പിന്നെ ഓനായിട്ടുള്ളതിൽ ഞങ്ങൾ ഒരു ക്യാമറ വെച്ചിട്ട് ഉള്ള ടേബിളൊക്കെ പിടിച്ചിട്ട്, അവൻ ഭയങ്കര ലൈറ്റിംഗ് എക്സ്പേർട്ട്, ഇതറിയാം. ഓൻ നല്ലോണം NID പഠിച്ചതാണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ പഠിച്ചതാണ്. ലൈക്ക് ഓനക്ക് ഭയങ്കര കോൺഫിഡൻസ്, പിന്നെ നല്ല ടാലന്റ്. ലൈറ്റ് ഇതൊക്കെ വാങ്ങാനുള്ള പൈസയൊന്നും ഇല്ല. നമ്മള് മിനിമം ലിവിങ് ആണ്. ഞാനാണെങ്കിലും ഓനാണെങ്കിലും എനിക്കും മിനിമം ലിവിങ്ങാ. ഇങ്ങനെ പൈസ ഉണ്ടാക്കൂ നോക്കാം. അങ്ങനെ ഒരു ക്യാമറ അഫോർഡ് ചെയ്ത് ഇതൊക്കെ. അപ്പോൾ ഒരു ക്യാമറ ചെയ്ത് അവന് ആദ്യം ചെമ്പിൽ ഉള്ളി ഇടും. അപ്പോൾ അവൻ ആ ക്യാമറ എടുത്ത് ഓടി വന്ന് ആ ഉള്ളി ഇതാക്കും. പിന്നെ അപ്പത്തേക്ക് ആ ഉള്ളി പൊരിഞ്ഞു പോകും. അപ്പോൾ ആ ഉള്ളി ഇത് മാറ്റും. പിന്നെ ലോങ് ഡിസ്റ്റൻസിൽ ക്യാമറ കൊണ്ടുവെക്കും. അങ്ങനെ വീണ്ടും വീണ്ടും ചെയ്യും. അപ്പോൾ ഒരു 10 പ്രാവശ്യം ഇത് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരു ക്യാമറ അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഉള്ള ലൈറ്റ്. പക്ഷെ ആ ഒരു എന്താ അറിയില്ല, ആ വീഡിയോ പെട്ടെന്ന് മില്യൺ അടിച്ച്. ഫസ്റ്റ് വീഡിയോ 3 മാസം കൊണ്ട് മില്യനായി. ബിരിയാണി ഒറ്റ ഇത് 3-4 കൊല്ലാപ്പത് യൂട്യൂബ് കയറിയിട്ട്. നിങ്ങൾ ഇറങ്ങി അപ്പം തന്നെ സാധനം ഹിറ്റായി. ഫസ്റ്റ് വീഡിയോ മില്യന്. അപ്പൊ പിന്നെ കുറച്ച് ഓവർ ധൈര്യം വന്നു. അന്നൊന്നും പൈസ കിട്ടുന്നു പൈസ ഉണ്ടാവുന്നൊന്നും അറിയുന്നില്ല. ബട്ട് റെക്കഗ്നിഷൻ, പീപ്പിൾ ആർ സീയിങ്, വീഡിയോ റെഡി ആവും. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ഉള്ളതിൽ തന്നെ പിന്നെയും കോൺസിക്വന്റ്ലി വലിയ വലിയ വീഡിയോസ് ഇടാൻ തുടങ്ങി. അപ്പം വലിയ വലിയ വീഡിയോസ് പറഞ്ഞാൽ എഡ്യൂക്കേറ്റീവ് വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. സപ്പോസ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ യു വിൽ തിങ്ക് ദാറ്റ് ഭയങ്കര വലുത്. ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് എൻ്റെ വീഡിയോ ശരിയാവുള്ളൂ. ബിക്കോസ് നിങ്ങൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന എല്ലാ പഠിപ്പും അതിലുണ്ട്. നിങ്ങളിപ്പോൾ കിച്ചണിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളെ ഉമ്മ ചിലപ്പോൾ പറയില്ല എന്നാൽ കടുട്ടുടുന്നേ പറയുള്ളൂ, കടുക് പൊട്ടിയോന്ന് ഉമ്മ ചോദിക്കൂല. അപ്പൊ ബേസിക് ലെസൺസ് ആർ നോട്ട് ടോട്ട്. എവറിത്തിങ് ഹാസ് ABCD ടു ബി ലേൺഡ്. ആദ്യം നിങ്ങൾ A പഠിക്കും, പിന്നെ A-B കൂട്ടിയിടും, പിന്നെ സെന്റൻസ് ആവും, വേർഡ് ആവും, എന്നിട്ടാണ് ലാംഗ്വേജ് ആവുന്നത്. സോ ഈവൻ ഇൻ കുക്കിംഗ് ദർ ഇസ് എ ശാസ്ത്രം ലൈക്ക് ദാറ്റ്. നിങ്ങൾ പഠിക്കണം ഓരോ സ്റ്റെപ്പും. നിങ്ങൾ ഓരോ സാധനം വാങ്ങിക്കുമ്പോൾ പോലും നിങ്ങൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ പറയുന്നത് കാണാം. ഇത് മൂത്തതാണോ, ഇത് ഇളയതാണോ. അതൊക്കെ കഴിഞ്ഞാൽ ഒരു കറിയാവുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ എല്ലാം കൂടി വാരിയിട്ട് കുഴച്ചാൽ കറിയാവില്ല. അപ്പൊ ഏത് സ്റ്റേജിലാണ് ഓരോ സാധനം. ഇപ്പൊ തേങ്ങ പാലെടുക്കുക, തേങ്ങ അരയ്ക്കുക, തേങ്ങ വറുത്ത് പൊടിക്കുക, തേങ്ങ പിന്നെ തന്തൂറിലിട്ടിട്ട് എന്താ പറയാ കുക്ക് ചെയ്തിട്ട് എടുക്കുക. അങ്ങനെ തേങ്ങക്ക് പല വേ ഓഫ് ഫ്ലേവറിങ് ഉണ്ട്. അപ്പൊ തേങ്ങ എന്ന് പഠിക്കുമ്പോൾ തേങ്ങന്റെ ചുറ്റുവട്ടം മുഴുവൻ പഠിക്കണം. സി ഓൾ ദീസ് തിങ്സ് ആർ ടു ബി ഇൻക്ലൂഡഡ് ഇൻ എ കുക്കിംഗ് ലെസൺ. ദിസ് ഇസ് വാട്ട് ഐ ടീച്ച്. എന്നാൽ ഒരു ക്ലാസ് അന്ന് 10 മിനിറ്റോ 20 മിനിറ്റോ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എപ്പോൾ കടുകിടുമ്പോഴും ചിന്തിക്കും. അത് നിങ്ങളെ ലൈഫ് ലോങ് ബെനിഫിറ്റാ. അല്ലാണ്ട് ഇപ്പോൾ ചെയ്യുന്ന വീഡിയോസ് മല്ലിട്ട് പൊടിയിട്ട് അങ്ങനത്തെ വീഡിയോ ഐ എം നോട്ട് ഡൂയിങ്. സോ ദാറ്റ് ഇസ് വൈ പീപ്പിൾ ഹാവ് നോ എനർജി ടു സിറ്റ് ആൻഡ് വാച്ച് മീ. ബേസിക്കലി നിങ്ങളുടെ വീഡിയോയിൽ സ്റ്റോറി ഉണ്ട്. ആ സാധനത്തിന്റെ സ്റ്റോറി നിങ്ങൾ പറയും. അതെ.
ഇപ്പം ഞാൻ കുറച്ചും കൂടി അതിൻ്റെ എഡ്യൂക്കേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ലൈക്ക് മുരിങ്ങൻ്റെ ഇല എന്തിന് കഴിക്കണം, എത്ര കഴിക്കണം, മുരിങ്ങൻ്റെ ഇലയുടെ ബെനിഫിറ്റ്സ് എന്താണ്. പണ്ട് നമ്മൾ എങ്ങനെയാണ് മുരിങ്ങൻ്റെ ഇല കഴിച്ചിരുന്നത്? ഇപ്പം മുരിങ്ങൻ്റെ ഇല എന്ന് പറഞ്ഞാൽ പൊടിയങ്ങളാണ്, ക്യാപ്സ്യൂൾ ഫോം അല്ലെങ്കിൽ പാലില് മിക്സ് ചെയ്തിട്ട്. ഇതൊക്കെയാണ് ആൾക്കാർക്ക് അറിയാം. പുതിയ ആർക്ക് അതങ്ങനെ അറിയുള്ളൂ. ബട്ട് ഈ ജെൻസിക്ക് എന്തുകൊണ്ട് നമ്മൾ സത്യമുള്ള കാര്യം പറഞ്ഞു കൊടുത്തൂടെ? നമ്മളെ മുറ്റത്തുള്ള സാധനം കുപ്പിയിലാക്കി വാങ്ങണ്ടല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് ബിക്കോസ് ദേ ആർ നോട്ട് ടോൾഡ്. ആൻഡ് യു നോ വൺ തിങ് വാട്ട് ഐ ഫൗണ്ട് ഈസ്, എൻ്റെ ഈ ഇത് നോക്കുമല്ലോ ആരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നത്, ആവറേജ് കാണുന്നത് 25 to 40 ഏജിലുള്ള ഗ്രൂപ്പാ, മോർ ഓഫ് മെൻ ആൻഡ് വുമൻ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അവർക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ട്. അല്ലാണ്ട് 50 വയസ്സിന്റെ മേലേക്ക് ആൾക്കാർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. ബട്ട് ഈ ഒരു ഗ്യാപ്പിലുള്ള ആൾക്കാർക്ക് ഈ ഒരു ട്യൂഷൻ ട്യൂട്ടോറിയൽ കിട്ടിയിട്ടില്ല. ദാറ്റ് ഈസ് വെയർ ഐ എം ട്രൈങ് ടു ഡു ജസ്റ്റിസ്. നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളെ ഓഡിയൻസ് ആരാന്ന് അറിയാം. ബട്ട് ഐ തിങ്ക് ഓഡിയൻസ് എല്ലാവരും അറിഞ്ഞിരിക്കണം ഈ കാര്യങ്ങളൊക്കെ. അല്ലാണ്ട് ഹർ വീഡിയോസ് ആർ വെരി ലോങ്, ഐ ഡോണ്ട് വാണ്ട് ടു വാച്ച് അല്ല. ഇറ്റ് ഈസ് എ ഡിക്ഷണറി ഓഫ് മലബാറി ക്വിസീൻ. ഞാൻ മരിച്ചു പോയാലും ആർക്ക് വേണമെങ്കിലും മലബാറി ക്വിസീൻ എന്താന്ന് നോക്കുകയാണെങ്കിൽ പിന്നോട്ട് പോയാൽ കറക്റ്റായിട്ട് കിട്ടും. വൺ തിങ് യു ഷുഡ് തിങ്ക്, എല്ലാ ഹിസ്റ്ററിയും ജോഗ്രഫിയും എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാധനം എവിടെയെങ്കിലും എഴുതി വെച്ചിനാ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇമ്പോർട്ടൻറ്റ് ഫാക്ട് എന്താ? ഭക്ഷണം അല്ലേ ഒരു ഭാഗം അല്ലേ? ഉറക്കം ഭക്ഷണം അല്ലേ മനുഷ്യൻ ജീവിച്ചിട്ടുണ്ടാവോ? ഈ ഭക്ഷണം 2 ദിവസം നിങ്ങൾ ഇംഗ്ലീഷും പറഞ്ഞ് കഴിക്കൂ, 3-ാമത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളെ ചോറും മീൻകറിയും കഞ്ഞിയും വേണം. ബിക്കോസ് യു ആർ ഫ്രം കേരള. ഇഫ് വേറെ സ്റ്റേറ്റിലുള്ള ആണെങ്കിൽ അയാൾ വളർന്ന ഭക്ഷണം തന്നെ അയാൾക്ക് വേണം. അത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തില്ല. അതുകൊണ്ടാണ് അവരുള്ള സ്റ്റേറ്റിലുള്ള ഫുഡിലേക്ക് ലൈക്ക് ബർഗറിലായാലും ആൻഡ് ദീസ് എ ബിഗ് ഇൻഡസ്ട്രി where they know how to tap people. ചുവപ്പ് കളർ തന്നെ കണ്ടാല് അപ്പം മനസ്സിലായി, എനിക്ക് ബർഗർ തിന്നണം. പെപ്സിന്റെ കുപ്പിയിൽ ചുവപ്പ് കറുപ്പ് അത് കാണുമ്പോൾ തന്നെ യു അട്രാക്റ്റഡ്. വൈ ആർ ചിൽഡ്രൻ ഗെറ്റിംഗ് അട്രാക്റ്റഡ്? ദാറ്റ് ഈസ് എ അട്രാക്ഷൻ കളർ അല്ലേ? ദേ വർക്കിംഗ് ഔട്ട് വിത്ത് ദ കളർ. പക്ഷെ ആ കുപ്പീൻ്റെ ഒരു കുപ്പിയിൽ ഒരു കുപ്പിയിലേക്ക് കളർ ഡിഫറൻസ് ഉണ്ടോ? ഇല്ല. അതെല്ലാം ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാ. ഇനി എനിക്ക് അറിയേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ ഓൺ വെബ്സൈറ്റ് ഷോപ്പിഫൈ വെബ്സൈറ്റിലേക്ക് എത്തിയത്? ഇതൊന്നും നിങ്ങളല്ല ചെയ്യുക, പക്ഷെ നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാൻ അറിയാലേ. അതായത് ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ എന്നെ പോലത്തെ ട്രേഡേഴ്സിൻ്റെ അടുത്ത് ചോദിക്കും, വേറെ ഏതില്ല നിങ്ങൾക്ക് ഇതേമാതിരി എങ്ങനെയാ അട്രാക്ഷൻ, എങ്ങനെയാ വിൽക്കുക? അപ്പോൾ ഒരാളിനോട് പറഞ്ഞു, എനിക്ക് വേറൊരു സ്ഥലമുണ്ട് ഷോപ്പിഫൈ എന്ന് പറഞ്ഞിട്ട്, അതിങ്ങനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് റസോപ്പേ കൂടെ ഡെലിവറി കൂടെ അതൊക്കെ ഇങ്ങനെ മാന്തി അവരുടെ അടുത്ത് ചോദിച്ച് അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലായി. പക്ഷെ ഇവിടെ ആരോട് ചോദിച്ചിട്ടു അവർക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ലൈക്ക് ഞാനിങ്ങനെ റൂട്ട് പഠിച്ച്, ലൈക്ക് നമ്മൾ ആദ്യം തന്നെ ഷോപ്പിഫൈ ഇത് ചെയ്യണം. ആ ഷോപ്പിഫൈക്ക് ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ട്. നമ്മൾ ഷോപ്പിഫൈ പോയിട്ട് നമ്മളെ പ്രോഡക്റ്റിനെ പറ്റി ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ പ്രോഡക്റ്റ് വരും. അതൊക്കെ നമ്മൾ ഷോപ്പിഫൈ തന്നെ ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പൈസ റസോപ്പേന്റെ ബാങ്ക് ആയിട്ട് കണക്ട് ചെയ്ത് അതിൽ നിന്ന് പിന്നെ ആ റസോപ്പയിൽ പൈസ വന്നു കഴിഞ്ഞാൽ ഉടനെ ഈ ഇത് ഡെലിവറി പോവും. ഡെലിവറിക്കാരന് അത് ഓൾറെഡി നമ്മൾ എത്ര വെയിറ്റ് എത്ര സൈസ് അതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ അവൻ്റെ പൈസ വരും. അത് അവൻ്റെ കാർഡ് കൂടെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ആയി. പാക്ക് ചെയ്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ പിക്കപ്പ് പോയിന്റിൽ നിന്ന് ആൾ വന്ന് എടുത്തുകൊണ്ടോ. ആ സമയം എഴുതി വെച്ചാൽ 1 മണിൻ്റെ ഉള്ളിൽ വരും, അല്ലെങ്കിൽ 2 മണി മുതൽ 4 മണി വരെ വരും. ഏത് സ്ലോട്ടാണ് നമുക്ക് സൗകര്യം, സ്ലോട്ട് ഇട്ട് വെച്ചാൽ ഒന്ന് കൊണ്ടുപോയി കഴിഞ്ഞ് പിന്നെ ഒന്നും നോക്കണ്ട, ഓൻ കൊണ്ട് കൊടുത്ത് അത് ആ ഡെലിവറിന്റെ ഇത് പാറ്റേണിൽ കാണിക്കും. ലൈക്ക് എവിടെയാണ് ചില കസ്റ്റമർ അഡ്രസ് ചോദിക്കൂ, ഐ ഹാവ് നോട്ട് റിസീവ്ഡ്, സോ വി നോ ഹൗ ടു ട്രാക്ക് ഇറ്റ്. ദോസ് ആർ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് ആർ ഗിവൻ ടു ദ കസ്റ്റമർ, സോ ദേ ട്രാക്ക് ഇറ്റ്. പിന്നെ നിങ്ങൾ എങ്ങനെ ഇത് ഡിപ്ലോയ് ചെയ്ത്? നിങ്ങളിത് പഠിച്ചു, ഇതെങ്ങനെ ആരാ ഡിപ്ലോയ് ചെയ്തെന്ന്? അതാണ് ഏറ്റവും ടഫസ്റ്റ് പാർട്ട്. ഇവിടെ ഇപ്പൊ എല്ലാരും പറയൂ, എല്ലാരും കമ്പ്യൂട്ടറാ പഠിക്കണ, അല്ലെ കമ്പ്യൂട്ടർ എന്നാണ് എന്റെ ഭാഷ കേട്ടോ, ഇതാ പഠിക്കണ, ഇതറിയാ. പക്ഷെ ഇങ്ങനത്തെ കാര്യമൊന്നും ചോദിച്ചാൽ ഒറ്റ കുറിച്ച് അറിയില്ല. പക്ഷെ എന്നോട് മറ്റുള്ളവർ ചോദിക്കൂ, നിങ്ങൾക്ക് ഇങ്ങനെ ഇതൊക്കെ വിവരമെന്ന്. അപ്പൊ എന്റെ മക്കളോട് ഞാൻ പറയും, ഇത് ചെയ്തോണ്ടാ അത് ചെയ്തോണ്ടാ. ഉമ്മ നിങ്ങൾക്കുള്ള ഇതിന്റെ വിവരം ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ദിസ് ഇസ് വേറെ മേഖല തന്നെയാണ്. സോ ഈവൻ ഇൻ ദിസ് ഇറ്റ് ഇസ് ലൈക്ക് ഗോയിങ് ടു എ ഡോക്ടർ. കണ്ണ് ഡോക്ടർ വേറെ, പല്ല് ഡോക്ടർ വേറെ, ENT വേറെ. ഇതിലും അങ്ങനെ തന്നെയാ ഈ ട്രേഡിലും. SEO വേറെ, ആഡ്സ് വേറെ, കണ്ടന്റ് വേറെ, ഷോപ്പിഫൈ വേറെ.
ഒരാളെ വെച്ചിട്ട് ഇതെല്ലാം ചെയ്യാൻ കഴിയില്ല. True. അപ്പൊ നമുക്കാണെങ്കിൽ മൾട്ടിപ്പിൾ ആളെ വിളിക്കാനും പറ്റൂല. കറക്റ്റ്. ഹൗ മച്ച് ക്യാൻ വി പേ? നിങ്ങളിപ്പോ പറയും നിങ്ങൾ അഡ്വർടൈസ്മെന്റ് മാത്രമേ ചെയ്യുള്ളൂ, മറ്റോ പറയും ഞാൻ ഇത് മാത്രമേ ചെയ്യുള്ളൂ. എത്ര ആളെ നമുക്ക് പണിക്ക് വെക്കാൻ പറ്റും? സോ ദാറ്റ് ഈസ് ബിക്കം എ വെരി ബിഗ് ഡിഫിക്കൽട്ടി. ആൻഡ് ലൈക്ക് ഞാൻ കുക്കിംഗ് പഠിച്ചെന്ന് പറഞ്ഞില്ലേ, അതേമാതിരി ഇതിന്റെ ABCD പഠിക്കണം എല്ലാവരും. ഓക്കെ, അപ്പൊ നിങ്ങൾ എങ്ങനെ ഡിപ്ലോയ് അവസാനം നിങ്ങൾ ഷോപ്പിഫൈ ഉണ്ടാക്കുന്ന ഒരുത്തനെ കണ്ടുപിടിച്ച് അങ്ങനെയാണോ സംഭവിച്ചേ? ഒരുത്തനെ കണ്ടുപിടിച്ച്. അയാൾ ബാംഗ്ലൂരിലാ മദ്രാസിലെട്ടോ ഒരു കോർപ്പറേറ്റ് ഓഫീസർ ഒരു ഇതിൽ എന്തോ ഫേമിൽ വർക്ക് ചെയ്യുക. അയാളാണ് എനിക്ക് ഷോപ്പിഫൈ ചെയ്തത്. അന്ന് പിന്നെ എനിക്ക് തോന്നുന്നു മാനേജ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് എൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ എനിക്ക് ഷാഹിദ് എന്ന് പറഞ്ഞിട്ടൊരു മാനേജറിന്, അവന് ആഫ്റ്റർ എഞ്ചിനീയറിംഗാ. അപ്പം എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പിന്നെ അവന് ഓൺലൈനിൽ ഹെൽപ്പ് ചെയ്യാനുള്ള ആളെ നോക്കി. അപ്പോൾ ഷാഹിദ് സ്റ്റാർട്ടഡ് ഡൂയിങ് തിങ്സ് ഫോർ മീ. ഷാഹിദ് എങ്ങനെ ഒരു സാധനം ഉണ്ട് കണ്ടുപിടിക്കി, ഷാഹിദ് എങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നോട് ഒരാൾ പറഞ്ഞ്, അപ്പോൾ ഓനത് കണ്ടുപിടിക്കും. അങ്ങനെ പിന്നെ ഓരോന്ന് കേൾക്കും, ഓന് പോയി ഡംപ് ചെയ്യും. അപ്പൊ ഞാൻ ഷാനിനോട് പറയുന്നുണ്ടല്ലോ ഇപ്പൊ, ഷാനെ ഇങ്ങനെ പോവാലോ, ഇത് ചെയ്തു നോക്കിക്കൂടെ. അപ്പൊ ഷാന്റെ മേഖലയിലുള്ള സാധനം ആയിരിക്കില്ല, പക്ഷെ ഞാൻ പറയുമ്പോ യു ഗോ ഇൻ ടു ഇറ്റ്, യു സീ ആൻഡ് ദെൻ യു ബ്രിങ് ഇറ്റ്. See, I have no idea how to open, how to do, but I know there is something happening. I put it to you. Everything is possible. Everything is possible. You have to just ഒന്ന് മാന്തി നോക്കിയാൽ മതി. എവിടെ കിട്ടാനുള്ളത് നോക്കുക. കറക്റ്റ്. അപ്പൊ നിങ്ങള് ആമസോൺ കണ്ടുപിടിച്ചു, ഷോപ്പിഫൈ കണ്ടുപിടിച്ചു, ഈ Airbnb എങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ചേ? യൂട്യൂബ് കണ്ടുപിടിച്ചോട്ടെ അതിന്റെ അടുക്ക്. Airbnb കണ്ടുപിടിച്ചത്, എൻ്റെ അടുത്തൊരു വലിയൊരു വീടുണ്ട്, ആകെ ഒരു മൂലക്കലേ ഞാൻ താമസിക്കുന്നോണ്ട്. പിന്നെ വൈ വേസ്റ്റ്? ഐ ഹാവ് ഓൾ ദ ഫെസിലിറ്റി. പിന്നെ നല്ല തിന്നാൻ കൊടുക്കാൻ അറിയാം. അപ്പോൾ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരെ നോക്കാൻ അറിയാം, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ അറിയാം. പിന്നെ ഐ ഓൾറെഡി ഹാവ് എ ഹൗസ്. അപ്പം വൈ നോട്ട്? അധികം പേടിയുണ്ടായിരുന്നു, ഒരു പുറത്തുനിന്നുള്ള ആൾക്കാരല്ലേ വരിക എന്നുള്ളത്. ബട്ട് നിങ്ങൾ പറയുന്ന Airbnb, ഞാൻ ഉദ്ദേശിക്കുന്ന Airbnb വ്യത്യാസമുണ്ട്. ഞാനൊരു culinary holiday home. I sell culinary experiences. It's not that they have to stay here. You know, they can come and be with me for the whole day, talk, eat. I cook for them. They can learn from me. If they are interested to learn something, I teach. That is how I spend day with people. It's an experience what I'm selling. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനൊരു സാധനം ഉണ്ട് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയേ? ഞാൻ ഇവിടുത്തെ ഹോം സ്റ്റേ എന്ന് പറഞ്ഞ അസോസിയേഷൻ്റെ ഒക്കെ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു. ഹോം സ്റ്റേക്കാരെന്നെ വെൽക്കം ചെയ്തു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ്, എൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ സമയത്ത് എനിക്ക് റൂംസ് വേണമായിരുന്നു, അവളുടെ ഫ്രണ്ട്സൊക്കെ താമസിക്കാൻ. അപ്പൊ അങ്ങനെ ഞാൻ തിരഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവര് ഈ വീട് ഇങ്ങനെ Airbnbക്ക് കൊടുക്കുന്നുണ്ട്, പരിപാടികളുണ്ട്. ഇല്ല, അത് ശരിയാ. ഞാനിപ്പോ ആരെങ്കിലും എന്നോട് പറയും ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഉണ്ട് തന്നെ, അതവിടെ വെക്കൂ. പക്ഷെ അതിനെപ്പറ്റി പ്രോപ്പർ ഒരാളെ കണ്ടാല് അത് അതിലെത്തുന്ന അതിനെപ്പറ്റി മനസ്സിലാക്കും. അങ്ങനെയാണ് പഠിച്ചത്. ഇതിൽ എനിക്ക് ഒരുപാട് ഫോറിനേഴ്സ്, പിന്നെ എൻ്റെ ഈ വീട് അവർ 3-4 കാറ്റഗറി ഉണ്ട്. ഡയമണ്ട്, ഗോൾഡ്, ഇതൊക്കെ ഇത് പറഞ്ഞിട്ട് എനിക്കിവിടെ ഡയമണ്ട് കാറ്റഗറിയാണ് രജിസ്ട്രേഷന്. ഗവൺമെൻറ് രജിസ്ട്രേഷനാണ്. ഗവൺമെൻറ് നമ്മൾക്കൊരു ഇത് തരുന്നുണ്ട്, അതിൽ ഡയമണ്ട് രജിസ്ട്രേഷനാണ് റേറ്റിംഗ്. അത് ചെറിയ റേറ്റിംഗ് ഒന്നുമല്ല. 5 ഗവൺമെൻറ് ബോഡീസ് വരും. ലൈക്ക് കുക്കിംഗ് സ്കൂളിൽ ആളുണ്ടാവും, പിന്നെ ബിൽഡിങ്ങിൻ്റെ, ഐ മീൻ 5 വലിയ ആൾക്കാരുണ്ടാവും ഇത് നോക്കാൻ വരാൻ. അവരാണ് നമുക്ക് ഈ കാറ്റഗറൈസിങ് തരിക. ഓ നൈസ്. അപ്പം നിങ്ങൾ Airbnb തുടങ്ങി. Airbnb ഇപ്പം നമ്മൾ പോകുന്നുണ്ട്. പിന്നെ സാരി സെല്ലേഴ്സുകൾ റീസ്റ്റാർട്ട് ചെയ്തു അല്ലേ? യെസ്, അതില്ലേ എൻ്റെ ഒരു ചോര ആയിരുന്നു. ലൈക്ക് ഐ വാസ് ഓൾവേസ് വിത്ത് ദാറ്റ് ഫോർ മൈ, എന്താ പറയുക, 40 കൊല്ലമായിട്ട് എനിക്ക് തുണി കച്ചവടം തന്നെയല്ലേ. അപ്പോൾ എനിക്ക് പണ്ടത്തെ മാതിരി ഒന്നും അത്ര ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് ഞാനൊന്ന് ഇടയ്ക്ക് എനിക്കൊന്ന് ബോംബെ പോകണോ, ഇടയ്ക്കൊന്ന് ഡൽഹി പോകണോ, ജയ്പൂർ പോകണോ, ഇങ്ങനെ ഒന്ന് പോയി കളയും. അപ്പൊ ഞാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ട് വാങ്ങി കൊണ്ടുവെക്കുന്ന ഒരു സ്ഥലം, അല്ലാണ്ട് ഒരു വലിയ ബൾക്ക് ഷോപ്പല്ല.
സാരി മുക്കണ്ട ഓൺലൈൻ സാരി വിൽക്കണം, വാങ്ങിക്കൊണ്ടുതന്നെ പൈസ മുതലാവണ്ടേ. അപ്പോൾ ഞാൻ ഉടുക്കണ സാരീസ് എല്ലാവരും പറയും, എല്ലാവർക്കും ഈ സാരീസൊക്കെ എൻ്റെ പഴയ സാരീസ് എല്ലാം ഉള്ള കാലത്ത് മുതലേ ഉള്ള സാരിയാണ്. സോ എവറി സാരി what I'll be wearing is sometimes 25 years, sometimes 30, all from സാരി സെല്ലേഴ്സ് only. നമുക്ക് ഓൺലൈനിൽ കയറ്റണം. ഈ പോഡ്കാസ്റ്റ് റിലീസ് ആകുമ്പോഴത്തേക്കും ഇതും സാരി നമുക്ക് ഓൺലൈനിൽ കയറ്റാം. സാരി കയറ്റണം. ഇപ്പം ഇപ്പം ഞാൻ കൊടുത്തൊരു സാരി എന്നോട് ഇപ്പം നിങ്ങൾ ഇപ്പം കണ്ടിട്ട് ഇഷ്ടമായി എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ മേ ബി ഐ കൻ നോട്ട് ഗിവ്. ഇത് എനിക്ക് മാക്സിമം ഒരു 17 years ആയിട്ടുണ്ടാവും. സോ യുനോ എൻ്റെത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, പക്ഷെ വാങ്ങിയാൽ അത് അടുത്ത ജനറേഷനും കൊടുക്കാം. കറക്റ്റ്. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇങ്ങനെ ബിസിനസ് ചെയ്ത് പോയ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളൊരു ഹോട്ടൽ മലബാർ ക്യാൻറ്റീൻ തുടങ്ങി, പിന്നെ കടുക്കവണ്ടി, ഇതൊക്കെ എങ്ങനെയാണ് വന്നത്? ഇതൊക്കെ പേഴ്സണൽ ബ്രാൻഡിൽ നിന്നാണ് അതൊക്കെ വന്നതെന്ന് പറയാൻ പറ്റുമോ? നിങ്ങളൊരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്തു, അതിൻ്റെ മുകളിൽ നിങ്ങൾ മൾട്ടിപ്പിൾ ബിസിനസ്സസ് ഉണ്ടാക്കി. അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അതേ സമയത്ത് ഈ പുതിയപ്പോൾ തന്നെ അയാളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ഒരു വണ്ടി. ഇത് നമ്മുടെ ബീച്ചിലൊക്കെ രാവിലെ ഓടാനും നടക്കാനും പോകണമല്ലോ ആൾക്കാർക്കൊക്കെ. രാവിലെ ആ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ജ്യൂസസ്, ഹെൽത്തി ജ്യൂസസ് ആൻഡ് സം സ്നാക്സ് ആയിരുന്നു മൂപ്പര കോൺസെപ്റ്റ്. അങ്ങനെ ഒരു വണ്ടിയൊക്കെ ഉണ്ടാക്കി ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട് എത്തിച്ച്. പിന്നെ മൂപ്പര് ബാംഗ്ലൂർ സെറ്റായപ്പോ എന്നോട് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് അത് സെറ്റാക്കി കഴിഞ്ഞാൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ അതവിടെ കുറച്ചു കാലമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ഒരു ദിവസം എനിക്കിങ്ങനെ തോന്നി, സാരി സെല്ലേഴ്സ് ആ വണ്ടി ഇപ്പൊ എന്തിനാ അവിടെ ഇടുന്നത്, ഞാൻ അതിലെ കൂടി പിടിച്ചളിച്ച് കൊണ്ടുവന്ന് എന്റെ പീഡന്റെ മുന്നിൽ വിട്ട്. അപ്പൊ ഒരു ദിവസം ഒരു വീഡിയോ ചെയ്ത് ടീം കടുക്ക വണ്ടി. അപ്പൊ ആ പേരെന്നെ കടുക്ക വണ്ടി എന്നായി ആ സ്ഥാപനത്തിന്. That's all. Nothing more I did. I didn't invest anything. അതിന്റെ മേലെ ഒരു കൂര കെട്ടിക്കൊടുത്ത് മഴ വെള്ളണ്ടൊക്കെ ആ വണ്ടി അവിടെ കൊണ്ടുപോയിട്ട് അതിന് ശേഷം പെയിന്റ് ഒക്കെ അടിച്ച് ആദ്യം കിട്ടിയ പൈസയിൽ നിന്ന് കുറച്ച് വ്യത്യാസമാക്കി. പിന്നെ പിറ്റത്തെ മാസം കിട്ടിയ പൈസയിൽ നിന്ന് കുറച്ചുകൂടി നന്നാക്കി. ഈ മാസം കിട്ടിയ പൈസയിൽ നിന്ന് കുറച്ച് ചെടിയെല്ലാം വെച്ച് I became a place where it is. And one thing what I do is whatever I give only quality. I don't compete with anybody. എനിക്ക് നിങ്ങളെന്ത് വിൽക്കാൻ വിൽക്കണം, ഞാൻ ഈ വിൽക്കാൻ വിൽക്കാൻ പാടില്ല. എനിക്ക് ആകണം, ഞാൻ ഏറ്റവും നല്ല സാധനം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന സാധനത്തിന് എനിക്കൊരു ലാഭം കണ്ടിട്ട് ഞാൻ വിൽക്കുന്നു. അല്ലാണ്ട് ഈ കോമ്പറ്റീറ്റേഴ്സ് ചെയ്യുന്ന മാതിരി വെളിച്ചെണ്ണക്ക് പകരം ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ തേങ്ങക്ക് പകരം വേറെ അതൊന്നുമില്ല. നിങ്ങൾ ഉടായ്പ എൻ്റെ വീട്ടിൽ നിങ്ങൾ വന്നാൽ കഴിക്കണ സാധനം ഞാൻ ആ വണ്ടി തരുന്നു, അത്ര. ദാറ്റ്സ് മൈ കോൺസെപ്റ്റ്. യു മൈറ്റ് ഫൈൻഡ് മീ എക്സ്പെൻസീവ്, ബട്ട് നിങ്ങൾ ഇനിയിപ്പോൾ ഇത് വില കൂടുതലാന്ന് പറഞ്ഞാലും എനിക്ക് അങ്ങനത്തെ പേടിയില്ല. ഞാൻ നല്ല സാധനമേ കൊടുക്കുള്ളൂ. അതെ, എപ്പോഴും വിശ്വസിച്ച് കഴിക്കണം. അതുകൊണ്ട് തന്നെയാണ് എനിക്കൊന്ന് കസ്റ്റമേഴ്സ് നിങ്ങളടുത്ത് വരുന്നത്, വീണ്ടും വീണ്ടും വരുന്നത്. എല്ലാ ദിവസവും കഴിക്കണ സാധനം അല്ലല്ലോ, എപ്പോഴെങ്കിലും കഴിക്കണമല്ലേ. അപ്പോൾ ലൈക്ക് ഇറ്റ് ഈസ് എ ബ്രെഡ് ആൻഡ് ബട്ടർ ഫോർ അസ്. പക്ഷെ കസ്റ്റമർക്ക് അത് എപ്പോഴെങ്കിലും വരുന്നതാ. നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, നമ്മൾക്ക് ആ ഒരു കീപ്പ് അപ്പ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ബി വിത്ത് സർട്ടൻ പോളിസി. ഞങ്ങളെ ഭാഷയിൽ ഒരു ലീൻ സ്റ്റാർട്ടപ്പ് മെത്തഡോളജി എന്ന്. ലീനായിട്ട് തുടങ്ങാൻ വലിയ പൈസ അല്ലാണ്ട് നിങ്ങൾ ആക്ച്വലി ചെയ്തത് അതാ, ലീൻ സ്റ്റാർട്ടപ്പ് ആണ് നിങ്ങൾ ചെയ്തത്. അതായത് ഒരു പൈസ വരുന്നതിനനുസരിച്ച് റീഇൻവെസ്റ്റ് ചെയ്യുക ആൻഡ് അഗെയിൻ make this better. See, that is what I did my business also. ഞാൻ കച്ചവടം ചെയ്ത് പൊട്ടിയ സമയത്തെ പിന്നെ എനിക്ക് ഒന്നുമില്ല, എവിടുന്നും പൈസ കിട്ടാനില്ല, അടുത്ത പ്രോപ്പർട്ടി വിൽക്കാനില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിട്ടാനില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ സാരി സെല്ലേഴ്സ് പൂച്ച വീണ് പേടിച്ച് പൂട്ടി എന്ന് പറഞ്ഞില്ല, അതോടുകൂടി എന്റെ പൈസ തീർന്നു. whatever money I got after my sale of property is over there. അപ്പോൾ how did I reach today ഈ ലെവലില്? അന്നന്ന് കിട്ടുന്ന എക്സ്ട്രാസ് വെച്ച് കേറി ഇപ്പൊ എത്തിയതാ. കോമ്പൗണ്ട് ചെയ്താണ്. ഇത് നിങ്ങൾ MBA ഭാഷയിൽ ഇഫ് യു സേ ഇറ്റ് ഇസ് ലീൻ, നമ്മളെ ഭാഷയിൽ മെല്ലെ കേറി പോലീസുകാരൻ ഇൻസ്പെക്ടറായി. ട്രൂ. ഭയങ്കര ഇൻസൈറ്റ്ഫുൾ ഡിസ്കഷൻ ആയിരുന്നു. ഇനി നമുക്കിത് അടുത്ത ലെവലിലേക്ക് എത്തിക്കണം. ഇനി നിങ്ങൾ 0 to 10 ഓൾറെഡി എത്തിച്ച്, ഇനി 10 100 നമുക്ക് എത്തിക്കാം. 10 100 എത്താൻ ഷാനെ പോലെ ആൾക്കാർ വേണോ? എനിക്ക് പറ്റൂല. ഇപ്പൊ ഷാനെ ഞാൻ മീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ഷാൻ അതറിയോ? ഷാനെ മീറ്റ് ചെയ്യുന്നത് ഞാൻ എല്ലാ ദിവസവും രാത്രി ഒരു 10:30 മണിക്ക് എന്റെ ഫോൺ എടുത്തിരിക്കും. അത് 1 മണി വരെ ഇരിക്കുക. എല്ലാരും കാണും. ഇവൻ തിരക്കിടില്ല, ഇവൻ ഇതിനെ പറ്റി സംസാരിക്കണം. അപ്പൊ എന്റെ ആവശ്യമുള്ള മേഖല
ഞാൻ എൻ്റെ ആവശ്യമുള്ള മേഖല എൻ്റെ ഫോണിൻ്റെ മുന്നിൽ നിന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഫോൺ അത് കാണിക്കാൻ തുടങ്ങുന്നുണ്ട് അല്ലേ, എല്ലാവരുടെ ഫോണും. അപ്പം ഞാൻ അത് സംസാരിക്കുന്ന എന്തോ ഫോൺ കേൾക്കുന്നുണ്ടാവുമായിരിക്കും. ഞാൻ ആ മറ്റേതും കൂടി വിശ്വസിക്കൂ. ഒരു കാര്യമില്ലേ, മാനിഫെസ്റ്റേഷൻ. ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി മാനിഫെസ്റ്റേഷൻ, ആൻഡ് ഇറ്റ് വർക്ക്സ്. എനിക്ക് എൻ്റെ ഫോണിൽ ഞാൻ മാനിഫെസ്റ്റേഷൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഡെയിലി മാനിഫെസ്റ്റേഷൻ്റെ ഇത് വരും, വീഡിയോസ് വരും. ബട്ട് ഞാൻ അത് കണ്ടിട്ട് ഇങ്ങനെ ചെയ്യുക, അത് പിന്നെ ഇതാക്കുന്നല്ല. ബട്ട് ദർ ഇസ് സംതിങ് ലൈക്ക് ദാറ്റ്. അതുള്ളതാണ്. That's why I told you, I bless my day getting up at thank you God for the day. And evening also I bless myself thinking that today was nice. മെടക്കാണെങ്കിലും നല്ലതാണെങ്കിലും thank you, gratitude works a lot. Gratitude അത് മാത്രമല്ല, I want to do, I want to get, I will do it, I will try. That makes a difference. ഈ പോഡ്കാസ്റ്റിന് പുറമെ നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന കുറേ ഓഡിയൻസ് നമുക്കുണ്ട്. ഒന്ന്, നമുക്കൊരു പെയ്ഡ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ അകത്ത് കേരളത്തിലെ ഓൺലൈൻ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന സ്റ്റോർ ഓണേഴ്സ്, മാർക്കറ്റേഴ്സ്, ടെക് എക്സ്പേർട്സ്, ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ് അത്. 2, ഓൺലൈൻ സ്റ്റോർ എങ്ങനെ ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാം എന്നൊരു കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. 3, നമുക്ക് ഏത് എക്സ്പേർട്സും നമ്മളെ പോഡ്കാസ്റ്റിൽ വന്ന ഏത് എക്സ്പേർട്സുമായിട്ട് നിങ്ങൾക്ക് 1-on-1 മെൻറ്റർഷിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. 4, ഇതൊക്കെ കണ്ടും പഠിച്ചും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാം, അല്ലെങ്കിൽ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഹെൽപ്പ് വേണം. ഇതിനുള്ള എല്ലാത്തരം ഹെൽപ്പും നമ്മളെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. യൂട്യൂബ് കണ്ടുപിടിക്കാൻ സാൻഡ്ര തോമസിന്റെ കണ്ടപ്പം അതിൽ കൂടെയാണ് യൂട്യൂബ് കണ്ടുപിടിച്ചത്. ഇനിയിപ്പം ആമസോണിലും ഷോപ്പിഫൈയിലും ഒക്കെ എത്തി. ഇനി ഞാനിങ്ങനെ എല്ലാവരോടും പറയും ബൂസ്റ്റ് യുവർ പോസ്റ്റ് എന്നാണല്ലോ കാണിക്കുന്നത്. അപ്പം അതിലെനിക്ക് വിശ്വാസം കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എങ്ങനെയാണ് ഞാൻ എൻ്റെ പ്രോഡക്ട്സ്, എനിക്ക് എന്തായാലും പ്രോഡക്ട്സ് ഈ ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് എത്തണം. അപ്പം എൻ്റെ ഒരു കസിനെ കണ്ടപ്പോൾ കസിൻ പറഞ്ഞു യു ഷുഡൻറ്റ് വേസ്റ്റ് ടൈം, നൗ ഇറ്റ് ഇസ് ടൈം ഫോർ യു, യു ഹാവ് ടു ഗ്രോ ഇൻ എ ഡിഫറെൻറ്റ് ലെവൽ. അപ്പം എൻ്റെ തലയിൽ അത് കയറി. ബിജു പറഞ്ഞു നിങ്ങളിങ്ങനെ പോരാ, നിങ്ങൾ അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വിടി, ഇനി നിങ്ങൾ അടുത്ത ലെവലിലേക്ക് പോകണം. അപ്പം പിന്നെ എൻ്റെ മനസ്സിൽ അത് കയറി. അപ്പം ഐ സ്റ്റാർട്ടഡ് കരിയർ. അപ്പം അടുത്ത ലെവലിൽ പോകാന്ന് പറഞ്ഞാൽ എന്താ, ഇന്ന് 500 റുപ്പി വിൽക്കുന്നത് നാളെ 750 വേണം, മറ്റന്നാൾ 1000 വേണം. അത് എനിക്കറിയില്ല ഹൗ ടു ഗോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ബൂസ്റ്റ് പോസ്റ്റ്, അതിൽ ഐ ഡോണ്ട് തിങ്ക് ലൈക്ക് ഐ എം എ കണ്ടന്റ് ക്രിയേറ്റർ, ഹൗ ഡു ഐ ഗോ ടു അഡ്വർടൈസ്മെന്റ്, അതൊക്കെ. അപ്പം അതിനെ പറ്റിയിട്ട് എനിക്ക് വലിയ നോളജ് ഇല്ല. അപ്പം ആ നോളജ് എക്വയർ ചെയ്യാനാണ് ബിജു, ഷാന്, പിന്നെ എൻ്റെ സണ്ണിൻലോ, 2 സണ്ണിൻലോ, ഹാനിയും ഷെമീനും, അവര് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരും ഇപ്പോൾ വന്നു. ബിക്കോസ് അവർക്കറിയാം, അവർക്ക് മനസ്സിലായി ദിസ് ക്യാൻ ഗ്രോ. ആൻഡ് ഐ ഓൾസോ ടോൾഡ് ദം എനിക്ക് 64 ആയി, മറന്നു പോവും, നിങ്ങളെല്ലാവരും കയറ്, പിന്നെ ഞാൻ ഇല്ലാണ്ടാവുമ്പോൾ നിങ്ങൾ കയറ്, പെട്ടെന്ന് എൻ്റെ പൊസിഷനിൽ കയറി ഇരുന്നാൽ ഇത് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഈ കുറച്ചൊക്കെ മനസ്സിൽ യു വർക്ക് വിത്ത് യോഴ്സ്, പക്ഷെ കുറച്ചൊക്കെ എൻ്റെ പണി പഠിക്കി ആൻഡ് ബി വിത്ത് മീ. സോ ദേ സ്റ്റാർട്ടഡ് ഹെൽപ്പിംഗ് മൈ. മേ ബി ദേ ആർ ബിസി, ബട്ട് ഐ നോ ഐ ഹാവ് പില്ലേഴ്സ് ബിഹൈൻഡ് മീ. 3 pillars of my son-in-laws are there and 3 pillars my daughters are there. പിന്നെ എനിക്കൊരു ഗ്രാൻഡ് ചൈൽഡ് ഇപ്പോൾ ഒരു 17 വയസ്സായ ഒരു മോനുണ്ട്. സോഷ്യൽ മീഡിയ മാനേജർ. ഓനും കുക്കിങ്ങും തിന്നലും ഇഷ്ടമാണ്. സത്യം പറയുകയാണെങ്കിൽ പേരക്കുട്ടിക്ക് ഒക്കെ ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മേ ബി വരട്ടെ, there is something there. അത് പറഞ്ഞുകൊണ്ട് ഈ പോഡ്കാസ്റ്റ് നമ്മളിവിടെ തീർക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ആൻഡ് എക്സ്പെക്ടിങ് എ ലോട്ട് ഫ്രം യു. ബിരിയാണി പെട്ടെന്ന് എടുത്തോളൂ. ബിരിയാണി ഇല്ല, വർത്താനം പറയാൻ എനിക്കും വേണോ, തിന്നാൻ തരും വേണോ. അത് വേണം, അത് നിർബന്ധം.